ഈ സുവിശേഷ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിയിൽ ഈ രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകൾ ഈ വേദിയിൽ നിയന്ത്രിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് റോയ് റസലം അവർ, ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭ ഹോരേബ് വർഷിപ്പ് സെൻറ്ററിൻ്റെ സീനിയർ പാസ്റ്ററും ഈ യോഗങ്ങളുടെ മുഖ്യ സംവിധായകൻ കൂടിയായ പ്രിയപ്പെട്ട പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ അവർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ അഭിമന്യരായ പാസ്റ്റർമാർക്കും ഇന്ന് രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകളോട് സഹകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കൾക്കും ഈ യോഗങ്ങളിൽ സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്ന ഗായക സംഘം, ഈ ശബ്ദവാഹിനിയുടെ ശ്രവണസീമയ്ക്കുള്ളിൽ അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സുവിശേഷ സ്നേഹികളായ നല്ല നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ലൈവ് സംപ്രേഷണത്തിലൂടെ ലോകത്തെമ്പാടും ഇന്ന് രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകൾ സാഹൂതം കാതോർക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനും വിമോചകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഊഷ്മളമായ ക്രൈസ്തവ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. ഈ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിയിൽ ഈ പുതിയ വർഷത്തിൻ്റെ ഭൂമുഖത്ത് നാം നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പവിത്രമായ സുവിശേഷത്തിൻ്റെ വക്താവായി ഈ ആയുസ്സിൽ ഒരിക്കൽ കൂടി പുതിയ വർഷം നിൽക്കാൻ അവസരം നൽകിയ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി മനോഹരമായ വേദിയെ സജ്ജമാക്കിയ ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭ ഹോരേബ് വർഷിപ്പ് സെൻറ്ററിനോട് യോഗങ്ങളുടെ മുഖ്യ സംഘാടകരോട്, ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർ ബൈജു ബാലകൃഷ്ണനോട്, കുടുംബത്തോട് അഗീതമായ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. സുദീർഘമായ ആമുഖഭാഷ്യം കൂടാതെ ഇന്ന് രാത്രിയിലെ സവിശേഷമായ സുവിശേഷ പ്രസംഗത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സുവിശേഷം പബ്ലിക്കിനോട് പ്രസംഗിക്കാൻ വേണ്ടിയാണ് സാധാരണ കൺവെൻഷനുകളിൽ എന്നെ ക്ഷണിക്കാറുള്ളത്. അതുകൊണ്ട് ഈ 1 കിലോമീറ്ററിൽ അകത്ത് സജ്ജമാക്കിയിരിക്കുന്ന ശബ്ദ സാങ്കേതിക സംവിധാനം അവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചും അവിടുത്തെ സുവിശേഷതയെക്കുറിച്ചും വളരെ ലളിതമായി ദേശത്തോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ഇന്ന് രാത്രിയിലെ പ്രസംഗം. പ്രത്യേകമായി പബ്ലിക് സ്പീച്ചായിരിക്കും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സവിശേഷമായ നമ്മുടെ ധ്യാനത്തിനായി ഇന്ന് രാത്രിയിലെ പ്രമേയ അവതരണത്തിൻ്റെ ഉപോത്പലകമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ മൈക്രോഫോണിലൂടെ വായിച്ച് സഹായിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവിടുന്ന് ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. വളരെ പരിചയമുള്ളതും ഗൗരവമേറിയതുമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ സവിശേഷമായ ധ്യാനത്തിനായി വായിച്ചു കണ്ടത്. ഈ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ദേശത്തോട് ദൈവികമായ സന്ദേശം അറിയിപ്പാൻ പ്രത്യേകമായ നിയോഗമുള്ളത്. പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ക്രൈസ്തവ സഭയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രകാരനായ ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം ലൂക്കോസ് തൻ്റെ സുവിശേഷത രേഖപ്പെടുത്തിയിട്ട് ക്രൈസ്തവ സഭയുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആദിമസഭയുടെ പൗരാണിക സഭയുടെ ഏകദേശം 35 വർഷത്തെ ചരിത്രം, ക്രൈസ്തവ സഭയുടെ ചരിത്രപരമായ രൂപീകരണം, അതിൻ്റെ വികാസം, വളർച്ച, പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം, ആദിമസഭയുടെ ആഭ്യന്തര ഘടന, സഭയുടെ വളർച്ച, പൗലോസിൻ്റെ മിഷണറി യാത്രകൾ, പ്രാദേശിക സഭകളുടെ സ്ഥാപനം എല്ലാം സവിസ്തരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന
ക്രൈസ്തവ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം. ഈ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ സെന്റ് പോൾ എന്നറിയപ്പെടുന്ന പൗലോസിൻ്റെ ഏറ്റവും അത്യുജ്വലമായ പ്രഭാഷണമാണ് ഇന്ന് രാത്രിയിലെ പ്രമേയ അവതരണത്തിൻ്റെ കേന്ദ്രീകൃതമായ ഉള്ളടക്കം. 17-ാം അധ്യായത്തിലെ വിഷയം പൗലോസിൻ്റെ ചരിത്രപ്രസിദ്ധമായ ഏഥൻസിലെ പ്രഭാഷണമാണ്. 17-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള പാരഗ്രാഫിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പൗലോസിൻ്റെ ചരിത്രപ്രസിദ്ധമായ ഏഥൻസിലെ പ്രഭാഷണം, അരോബിയ കുന്നിലെ പ്രഭാഷണമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വിശദീകരിക്കുന്നത്. അതിപ്രധാനമായ 8 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പൗലോസ് പ്രധാനപ്പെട്ട 3 ചിന്താപീഠങ്ങളിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രബുദ്ധമായ ജനതയോട് സംവദിക്കുകയാണ്. ആരാണ് ദൈവം? ആരാണ് പൂജാവിഷയം? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്ന അതിപ്രധാനമായ ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? മൂന്നാമതായി അവസാനമായി ദൈവത്തിൻ്റെ അന്ത്യന്യായവിധി എന്താണ്? പ്രധാനമായി ഈ 3 ചിന്തകളാണ് പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ കേന്ദ്രീകൃത പ്രമേയം. ആരാണ് ദൈവം? ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ അതിപ്രധാനമായ സന്ദേശം, കൽപ്പന എന്താണ്? ദൈവിക ന്യായവിധി എന്ന വിഷയം കൂടി അവതരിപ്പിച്ച ശേഷമാണ് ഏഥൻസിലെ പൗലോസിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള അനവധിയായ പ്രഭാഷണങ്ങൾ നാം കേട്ടിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൻ്റെ പ്രഭാഷണം, മാർക്ക് ആൻ്റണിയുടെ പ്രഭാഷണം, 1963 അമേരിക്കയിലെ ന്യൂഹാംഷയറിൽ തടിച്ചുകൂടിയ കറുത്തവർഗക്കാരോടായി മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ ഉജ്ജ്വലമായ പ്രഭാഷണം, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്, ലോകത്തെ ആളുകളെ കോരിത്തരിപ്പിച്ച പ്രഭാഷണമാണ്. കാറൽ മാർക്സിൻ്റെ പ്രഭാഷണം, നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ വിലങ്ങുകളും നേടാൻ മറ്റൊരു ലോകവുമെന്ന് പറയുന്ന സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ അതൊരു വലിയ പ്രഭാഷണമാണ്. അങ്ങനെ അനവധിയായ പ്രഭാഷണങ്ങൾ നാം കേട്ടിട്ടുണ്ട്. 1893 അമേരിക്കയിലെ സർവ്വമത സമ്മേളനത്തിൽ ചിക്കാഗോയിൽ വെച്ച് അവിടെ കൂടിയിരിക്കുന്ന യൂറോപ്യന്മാരുടെ നടുവിൽ വെച്ച് അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാമി വിവേകാനന്ദ നടത്തിയ ഉജ്ജ്വലമായ പ്രഭാഷണം, ഇന്ത്യയുടെ തത്വസംഹിതകളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, വൈവിധ്യങ്ങൾ നിറഞ്ഞ ബഹുസ്വരമായ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ദാർശനികമായ പദ്ധതികളെക്കുറിച്ച് സവിസ്തരമായി രേഖപ്പെടുത്തുന്ന ഉജ്ജ്വലമായ വിവേകാനന്ദൻ്റെ പ്രഭാഷണം. അങ്ങനെ അനവധിയായി ലോകത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ച അനവധിയായ പ്രഭാഷണങ്ങളുണ്ട്. മലയാളി പ്രഭാഷണങ്ങളും അതുപോലെ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയിൽ വി കെ കൃഷ്ണമേനോൻ നടത്തിയ 6 മണിക്കൂർ പ്രസംഗമുണ്ട്. ഒരാൾ 6 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തി. വി കെ കൃഷ്ണമേനോൻ, മലയാളിയായ വി കെ കൃഷ്ണമേനോൻ പാകിസ്ഥാനെ മുമ്പിലിരുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ബാലറ്റ് കണ്ടിട്ടില്ലാത്തൊരു രാഷ്ട്രം ഇന്ത്യ ജനാധിപത്യം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വി കെ കൃഷ്ണമേനോൻ നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലൂടെ പോയിട്ടുള്ള ആർക്കെങ്കിലും അറിയാം, അവിടെ സി കേശവൻ്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമ ഒരു പ്രസംഗത്തിൻ്റെ സ്മാരകമാണ്. സർ സി പിക്കെതിരെ നടത്തിയ ഉജ്ജ്വലമായ സി കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ സ്മരണയാണ് ആ പ്രതിമ എന്ന് പറയുന്നത്. അങ്ങനെ അനവധിയായ പ്രഭാഷണങ്ങൾ. ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ ത്രസിപ്പിച്ച ഒരു പ്രഭാഷണം നെഹ്റുവിൻ്റെ ഉണ്ട്. ഗാന്ധി മരിച്ചപ്പോൾ ലോകത്തോട്, ഇന്ത്യയോട് നടത്തിയൊരു പ്രഭാഷണം, ഒറ്റ വാക്കയുടെ പ്രസംഗം, ആ വെളിച്ചം പൊലിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ആളുകൾ അത് ഓർത്തിരിക്കുകയാണ്. അങ്ങനെ അനവധിയായി ആളുകളെ ത്രസിപ്പിച്ച, കോരിത്തെരിപ്പിച്ച, ആളുകൾ ഇന്നും ഓർത്തിരിക്കുന്ന, ലോകത്തെ മാറ്റിമറിച്ച അനവധിയായ പ്രഭാഷണങ്ങളുണ്ട്, നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആ പ്രസംഗത്തെ എല്ലാം വെല്ലുന്ന ക്ലാസിക്കൽ സർമൺ, ഉജ്ജ്വലമായ പ്രഭാഷണമാണ് ബുദ്ധിജീവികളുടെ മെക്ക എന്നറിയപ്പെടുന്ന ഏഥൻസിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പൗലോസ് നടത്തുന്ന ഉജ്ജ്വലമായ പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തിയിൽ അനവധിയായ പ്രസംഗങ്ങളുണ്ട്. പൗലോസിൻ്റെ പ്രസംഗം മാത്രമല്ല, പത്രോസിൻ്റെ പ്രസംഗമുണ്ട് 2-ാം അധ്യായത്തിൽ, സ്തേഫാനോസിൻ്റെ പ്രസംഗമുണ്ട് 7-ാം അധ്യായത്തിൽ, ഗായോസിൻ്റെ പ്രഭാഷണമുണ്ട്. അനവധിയായ പ്രസംഗങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട്.
യാക്കോബിന് പ്രസംഗമുണ്ട്, സഭയുടെ അധ്യക്ഷൻ്റെ. പൗലോസിൻ്റെ തന്നെ അനവധിയായ പ്രഭാഷണങ്ങളുണ്ട്. 17-ാം അധ്യായത്തിൽ ഏഥൻസിലെ പ്രസംഗം മാത്രമല്ല, എഫെസോസിലെ മൂപ്പന്മാരോടായി നടത്തിയ അതിവൈകാരികമായ വിടവാങ്ങൽ പ്രഭാഷണം 20-ാം അധ്യായത്തിലുണ്ട്. പൗലോസിൻ്റെ ഒരു പ്രസംഗം കലാപമുണ്ടാക്കി. അതിൻ്റെ ഭാഗമായി അന്റോണിയ കോട്ടയുടെ പടിവാതിക്കൽ നിന്നുകൊണ്ട് 21-ാം അധ്യായത്തിൽ അദ്ദേഹം നടത്തുന്ന എബ്രായ ഭാഷയിലെ ഒരു പ്രസംഗമുണ്ട്. 22-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രതിവാദമുണ്ട്. ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തന്റെ മാനസാന്തരം വിശദീകരിക്കുന്ന മറ്റൊരു പ്രസംഗമുണ്ട്. കൈസരിയിൽ ഫെലിക്സിന്റെ മുമ്പാകെ, ഫെസ്തോസിന് മുമ്പിൽ, അഗ്രിപ്പ രാജാവിന് മുമ്പിൽ നിന്നുകൊണ്ടൊക്കെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളുണ്ട്. എന്നാൽ അതിനെയൊക്കെ എല്ലാം വെല്ലുന്ന ഉള്ളടക്കം കൊണ്ടും പ്രമേയാവതരണം കൊണ്ടും അതുല്യമായ ഭാഷ കൊണ്ടും സവിശേഷമായ സാഹിത്യഭാവം കൊണ്ടും ഏറ്റവും വലിയ ലോകത്തെ ചരിത്ര പ്രസിദ്ധമായൊരു പ്രഭാഷണമാണ് 17-ാം അധ്യായത്തിലെ പൗലോസിൻ്റെ അഥേനയിലെ പ്രസംഗം. ഈ പ്രസംഗത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികമായ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ് പശ്ചാത്തലം? ഈ പ്രസംഗം നടക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഗ്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗ്രീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് ഗ്രീസ്. യൂറോപ്പിൻ്റെ വഴികാട്ടിയും വെളിച്ചവുമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരികത രൂപം കൊണ്ടത് ഗ്രീസിലാണ്. നമ്മൾക്കറിയാമല്ലോ നാഗരികതയെക്കുറിച്ച്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയും, സിന്ധു നദി സംസ്കാരം എന്ന് പറയും, ബാബിലോണിയ സംസ്കാരം എന്ന് പറയും, സുമേറിയൻ സംസ്കാരം എന്ന് പറയും, ഹാരപ്പ മോഹൻജദാരോ സംസ്കാരം എന്ന് നമ്മൾ പറയും, ചൈനീസ് സംസ്കാരം എന്ന് പറയും. അങ്ങനെ നിരവധി സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പ്രസിദ്ധമായ പൗരാണികമായൊരു സംസ്കാരമാണ് മിനോയൻ സംസ്കാരവും മൈസീനിയൻ സംസ്കാരവും. അങ്ങനെ യൂറോപ്പിലെ ഏറ്റവും പൗരാണികമായ ഒരു നാഗരികതയാണ് ഈ ഗ്രീസിൽ ഉടലെടുത്ത നാഗരികത സംസ്കാരം എന്ന് പറയുന്നത്. കല, സാഹിത്യം, രാഷ്ട്രമീമാംസ, തത്വസംഹിത, വിജ്ഞാനം, ഇതിനെല്ലാം പുകഴ്പെറ്റ സ്ഥലമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. ഗ്രീസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആളുകളുണ്ട്. സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിൻ്റെയും പൈതഗോറസിൻ്റെയും സോഫോക്ലീസിൻ്റെയും പെരിക്ലിസിൻ്റെയും പേര് ആ രീതിയിൽ അറിയപ്പെടുന്ന തത്വചിന്തകന്മാരുടെ നാടാണ്. ആ തത്വചിന്തയുടെ തറവാട് നവരനാമത്തിൽ അറിയപ്പെടുന്ന ഏഥൻസിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പൗലോസ് നടത്തുന്ന ഉജ്ജ്വലമായ പ്രഭാഷണമാണ് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിലെ പ്രഭാഷണം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു നഗരരാഷ്ട്രമാണ് ഏഥൻസ്, ഗ്രീസിലെ. അതുപോലൊരു നഗരരാഷ്ട്രമാണ് സ്പാർട്ട എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട 2-3 അത്ഭുതങ്ങളുള്ള നാട് ഈ സ്ഥലമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം അവിടെയാണുള്ളത്. ഫാറോസ് ദേവിൽ പണിത പടുകൂറ്റൻ ദീപസ്തംഭം അവിടെയാണുള്ളത്. അവിടെയാണ് ഒളിമ്പ്യയിലെ സിയൂസ് ദേവന്റെ കൂറ്റൻ പ്രതിമ. ഇതെല്ലാമുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഗ്രീസ് എന്ന് പറയുന്നത്. പുരാതന ഗ്രീസിലെ നാഗരികതകൾ അറിയപ്പെടുന്ന നാഗരികതകളാണെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ. ആ സ്ഥലത്താണ് പൗലോസ് പ്രസംഗം നടത്തുന്നത്. ഞാൻ ഇത്രയും വിശദീകരിച്ച് എന്തിനാണെന്ന് അറിയാമോ? സാധാരണപ്പെട്ടൊരു സ്ഥലത്തല്ല പൗലോസിന്റെ സുവിശേഷ പ്രസംഗം. പ്രൗഢ ഗംഭീരമായ പൗരാണികത തുളുമ്പി നിൽക്കുന്ന ആ തരത്തിലേക്ക് ഏറ്റവും വലിയ പ്രബുദ്ധതയുടെ നാട്ടിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നു, ആരാണ് ദൈവം? ആരാണ് പൂജാ വിഷയം? ദൈവത്തിന്റെ സത്താസവിശേഷം എന്താണ്? ഒരു സത്താസവിശേഷം ദൈവമാകണമെങ്കിൽ ആ ദൈവത്തിനുണ്ടാകേണ്ട അബ്സല്യൂട്ട് ആട്രിബ്യൂട്ട്സ്, ആ ദൈവത്തിനുണ്ടാകേണ്ട സവിശേഷമായ മൗലികമായ സ്വഭാവം എന്താണ്? ഇതെല്ലാം സവിസ്തരമായി രേഖപ്പെടുത്തുന്ന പൗലോസിന്റെ പ്രസംഗമാണ് ആ സ്ഥലത്തെടുത്ത പ്രസംഗം എന്ന് പറയുന്നത്. ആ സ്ഥലം എന്ന് പറയുന്നത് ദൈവങ്ങളുടെ നാടാണ്. വാരാണസി പോലെ, തിരുവനന്തപുരം പോലെ ദൈവങ്ങളുടെ നാടാണ്. ഇഷ്ടം പോലെ ദേവാലയങ്ങളുണ്ട്. നാട്ടിൽ ഇഷ്ടം പോലെ ദേവാലയങ്ങളുള്ളത് നാടിൻ്റെ മതഭക്തിയുടെ ലക്ഷണമാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ നോക്കിയപ്പോൾ നാട് മുഴുവൻ ദേവാലയങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവരെക്കാളും മതഭക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മതഭക്തിയുള്ള ആളുകൾ, ഈശ്വരവിശ്വാസികളായ ആളുകൾ, ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ. അതുകൊണ്ട് നിങ്ങൾ മതഭക്തരാണ്. ഈ നാട് വളരെ സ്പിരിച്വാലിറ്റി നിലനിൽക്കുന്ന, റിലീജിയസ് ആയിട്ടുള്ള മതാത്മകത നിലനിൽക്കുന്ന, റിലീജിയോസിറ്റി നിലനിൽക്കുന്ന നാടാണ് എന്ന് പൗലോസ് പറയുന്നു. ദൈവങ്ങളുടെ നാടാണ്. രോഗം വരാതിരിക്കാൻ അവർക്ക് ദൈവമുണ്ട്, ക്ഷാമം വരാതിരിക്കാൻ അവർക്ക് ദൈവമുണ്ട്, പ്രകൃതിക്ഷോഭം വരാതിരിക്കാൻ അവർക്ക് ദൈവമുണ്ട്, യുദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമുണ്ട്, പഞ്ചഭൂതങ്ങൾ ദൈവമാണ്.
എല്ലാറ്റിനെയും ആരാധിക്കുന്ന ഒരു ജനതയാണ് ഗ്രീസിലെ ഏഥൻസിലെ ജനത. പൗലോസ് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ദേവാലയങ്ങൾ, ഇഷ്ടംപോലെ ദൈവിക സങ്കല്പങ്ങൾ, എന്നാൽ പേരില്ലാത്തൊരു ദൈവത്തെ പൗലോസ് കണ്ടു. പൗലോസിന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ടതാണ് ടു വൺ അൺനോൺ ഗോഡ്. ആരാണ് നിങ്ങൾക്കറിയാത്ത ആ ദൈവം? അവർ അനവധിയായ ദൈവങ്ങളുണ്ട്, പേരുള്ള ദൈവങ്ങൾ. പക്ഷെ അറിയാത്ത ഏതെങ്കിലും ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം കോപിച്ചാൽ പ്ലേഗ് വരാതിരിക്കാൻ, പകർച്ചവ്യാധി വരാതിരിക്കാൻ, ആ ദൈവം കോപിച്ചതിൻ്റെ പേരിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ, ആ ദൈവം കോപിച്ചതിൻ്റെ പേരിൽ സാംക്രമികമായ രോഗം ഉണ്ടാകാതിരിക്കാൻ, ശാപം ഉണ്ടാകാതിരിക്കാൻ പേരില്ലാത്ത ദൈവത്തെയും പൂജിക്കുന്ന ഒരു ജനതയായിരുന്നു ഗ്രീസിലെ ജനത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജനതയായിരുന്നു ഇവിടുത്തെ ജനത. ആ തരത്തിലെ പ്രധാനമായി അവിടെ നഗരാഷ്ട്രങ്ങളിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് അധീന ദേവിയാണ്. യുദ്ധവും കലയും സാഹിത്യവും ബുദ്ധിയും തത്വചിന്തയും വിജ്ഞാനമെല്ലാം അധീനയാണ്. ആ രീതിയിലേക്ക് അവർ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഭരണാധികാരികളാണ് പെരിക്ലിസും സോളനും എന്ന് പറയുന്നത്. ഫിലോസഫി പഠിക്കുന്ന, ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കവിയാണ് ഹോമർ. ഹോമർ അന്ധനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിഹാസങ്ങളാണ് ഒഡീസി, മിലിയഡ് എന്ന് പറയുന്നത്. നമ്മൾ രാമായണ മഹാഭാരതം എന്ന് പറയുന്നത് പോലെ ചരിത്രപ്രസിദ്ധമായ ഇതിഹാസങ്ങളാണ് ഒഡീസി, മിലിയഡും എന്ന് പറയുന്നത്. നിങ്ങൾ ജനാധിപത്യം കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് പാർലമെന്റ് ഉണ്ട്, നിയമസഭയുണ്ട്, ഗ്രാമസഭയുണ്ട്, രാജ്യസഭയുണ്ട്. പക്ഷേ മോഡേൺ ഡെമോക്രസിയുടെ ആധുനിക ജനാധിപത്യത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് എവിടാണെന്ന് അറിയാമോ? ഗ്രീസിലാണ്. ഗ്രീസിലാണ് ആദ്യത്തെ പാർലമെന്റ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ പൗരാണികമായ ഭാവം ഗ്രീസിലാണ് ഉണ്ടായിരുന്നത്. അവിടെ ജനാധിപത്യം ഉണ്ടായിരുന്നു. അവിടുത്തെ പൊളിറ്റിക്കൽ പോപ്പുലർ പാർലമെന്റിന്റെ പേരാണ് എക്ലീഷ്യ. ആ വാക്കാണ് സഭ എന്ന വാക്കിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്യം ആദ്യം ഉപയോഗിക്കുന്നത് ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് യേശു ക്രിസ്തുവാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആധുനിക ജനാധിപത്യത്തിന്റെ പ്രാഗ്ഞവും ഡെമോക്രസി രൂപം കൊണ്ടത് അവിടെയാണ്. നിയമങ്ങൾ നിയതമായി എഴുതി രേഖപ്പെടുത്തിയത് അവിടെയാണ്. ഒളിമ്പിക്സിന്റെ ജന്മനാട് അവിടെയാണ്. അങ്ങനെയുള്ള മാർഷ്യലിൽ നിന്നുകൊണ്ട്, മാർഷ്യൽ എന്ന് പറയുന്നത് റോമാക്കാരുടെ യുദ്ധദേവനാണ്. അരോബ്യ കോടതി, അരോബ്യ കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് നടത്തുന്ന ഉജ്ജ്വലമായ പ്രഭാഷണമാണ് അതിന് 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യത്തിന്റെ പിറവി അവിടെയാണ്. എക്ലീഷ്യ. ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആൾക്കൂട്ടം പലതും എന്നെ കുറിച്ച് പറയും. ക്രിസ്തു വിജ്ഞാനത്തിന് നൂതനമായ ഭാഷ്യങ്ങൾ വളരെ വലുതാണ്. പലർക്കും യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിൽ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവ സാക്ഷിക്കാർ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വിവിധ കിതാബുകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിപ്ലവകാരിയായ ക്രിസ്തുവിനെ കുറിച്ച് മാർക്സിസം പറയുന്നുണ്ട്, ഫെമിനിസം പറയുന്നുണ്ട്, ലിബറേഷൻ തിയോളജി പറയുന്നുണ്ട്. വിവിധങ്ങളായ തത്വചിന്തകളും ദർശനങ്ങളും ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തിന്റെ വികാരപരമായ പ്രതികരണമല്ല എനിക്കറിയേണ്ടത്, നിങ്ങൾക്ക് ഞാൻ ആരാണ്? ഇന്ന് രാത്രി ആൾക്കൂട്ടത്തോട് ഞാൻ ചോദിക്കുന്നു, യേശു നിങ്ങൾക്ക് ആരാണ്? ചിലര് പറയുന്നു യെരമ്യാവെന്ന്, ചിലര് പറയുന്നു യോഹന്നാൻ സ്നാപകനെന്ന്, ചിലര് പറയുന്നു ആ പ്രവാചകനെന്ന്, ചിലര് പറയുന്നു ഏതോ പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നുള്ളത്. ആൾക്കൂട്ടത്തിന്റെ പ്രതികരണമല്ല, റെസ്പോണ്ട് അല്ല എനിക്കറിയേണ്ടത്. ഇന്ന് രാത്രി മുറ്റത്തിരിക്കുന്ന വിശ്വാസി സമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? യേശു ക്രിസ്തു ആരാണ്? ആരെ അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃകയെ വൈജ്ഞാനിക വൈഭവം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഉയർത്തുമ്പോൾ, ഈ ദേശത്ത് ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് യേശു ആരാണ്? യേശു ചോദിക്കുകയാണ്. പലര് പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ, ചിലര് പറഞ്ഞു ജെരമ്യാവ്, ചിലര് പറഞ്ഞു ആ പ്രവാചകൻ, ഈ പ്രവാചകൻ, അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, യു ആർ ദ ക്രൈസ്റ്റ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കാരമുയർത്തി കഥാവിന് സ്വതന്ത്രം കൊടുത്താണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. സഭയെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണത്. ഞാൻ എൻ്റെ സഭയെ പണിയും. എപ്പോഴാണ് യേശു അത് പറഞ്ഞതെന്നറിയാമോ? യേശു ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് എപ്പോഴാണോ അവർക്ക് കിട്ടിയത്, അപ്പോഴാണ് സഭയുടെ വെളിപ്പാട് യേശു കൈമാറിയത്. സഭ പണിയുന്നത് ഇഷ്ടിക കൊണ്ടല്ല, കല്ല് കൊണ്ടല്ല, മണ്ണ് കൊണ്ടല്ല, കുമ്മായം കൊണ്ടല്ല. സഭ പണിയുന്നത് യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവർ എവിടെയുണ്ടോ അവിടെയാണ് ദൈവത്തിന്റെ സഭ പണിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സഭയെ തകർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ലോകത്തിന് 5 വൻകരകളിൽ കെട്ടഴിച്ചവിടെ കൊടുങ്കാറ്റ് പോലെ
ഇന്ന് സഭ വളരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീറോയുടെ, മാർക്കസിന്റെ, ട്രാജന്റെ, ഡൊമീഷ്യന്റെ, ഡയോക്ലീഷ്യന്റെ, വലേറിയന്റെ, വെസ്പേഷ്യന്റെ ഭരണകൂട ഭീകരതകളെ, ഫാസിസ്റ്റ് ആക്രമണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് 11 പേർ കടപ്പുറത്ത് മീൻ പിടിച്ച് നടന്ന 11 ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ബിരുദമില്ലാത്തവർ, അൺസിവിലൈസ്ഡ് ആൻഡ് അൺട്രെയിൻഡ്, പഠനമില്ലാത്തവരായ, സംസ്കാരമില്ലാത്തവരായ ആ ചെറുപ്പക്കാർ അവർ ആരംഭിച്ച ഈ പ്രസ്ഥാനം ലോകത്തിന്റെ ഏറ്റവും വലിയ മുന്നേറ്റമായി മാറിയെങ്കിൽ ഇത് മനുഷ്യൻ സ്ഥാപിച്ചതല്ല. ദൈവം തന്റെ കരളിലെ ചങ്കിലെ ചോര കൊണ്ട് സ്ഥാപിച്ച സഭയാണ് ദൈവത്തിന്റെ സഭ. ആ സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രിയമുള്ളവരെയും, ലോകത്തിലെ 60 രാജ്യങ്ങളിൽ ക്രൈസ്തവ സഭ ഇന്ന് പീഡിപ്പിക്കപ്പെടുകയാണ്. ഓപ്പൺ ഡോർസ്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, ഓപ്പൺ ഡോർസ്. അവിടെയാണ് പേഴ്സിക്യൂഷന്റെ ഹിസ്റ്ററി ഉള്ളത്. ആ 60 രാജ്യങ്ങളിൽ, ചൈനയിൽ, ഉത്തര കൊറിയയിൽ, എറിട്രിയയിൽ, നൈജീരിയയിൽ, അങ്ങനെ ഇന്ത്യ 11ാം സ്ഥാനത്ത്. ലോകത്തെമ്പാട് ക്രൈസ്തവ സഭ സമാനങ്ങളില്ലാത്ത പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത് നിലനിൽക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ആശയം എന്ന് പറയുന്നത് ജനകീയമാണ്. ഈ ആശയം സാമൂഹ്യ പരിവർത്തനത്തിന്റെ ചരിത്രമാണ്. ഇത് മനുഷ്യാവകാശത്തിന്റെ മാഗ്ന കാർട്ടയാണ്. ഇത് പൗരാവകാശത്തിന്റെ പടകധ്വനിയ. പിന്നീട് ഞാനത് ഡീറ്റെയിൽസിലേക്ക് വരാം, വിശദീകരിക്കാം. അതുകൊണ്ടാണ് ഈ ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയാത്തത്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഉണ്ടോ? അത് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഏതൻസ് ഇല്ല, സ്പാർട്ടയില്ല, എക്ലീഷ്യ എന്ന് പറയുന്ന പാർലമെന്റില്ല കേട്ടോ. നാഗരികതയും നഗരാട്ടവും തകർന്നടിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട്, ഏതൻസിന്റെ പാർലമെന്റായ എക്ലീഷ്യ തകർന്നടിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് യേശു പറയുന്നു, ഏതൻസിന്റെ പാർലമെന്റ് എക്ലീഷ്യ തകർന്നു പോയി, പക്ഷെ ഞാൻ എൻ്റെ എക്ലീഷ്യ പണിയും, നരക കവാടങ്ങൾ അതിനെ ഭവനപ്പെടത്തില്ല, അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് യേശു വളരെ വ്യക്തമായി പറയുക. സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ, അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രസംഗത്തിന്റെ ബൗദ്ധികവും വൈജ്ഞാനികമായ പശ്ചാത്തലം നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. വെറുതെ ഒരു സ്ഥലത്തല്ല വേദി കെട്ടി പൗലോസ് പ്രസംഗിച്ചത്. അത്രയും വലിയ പ്രബുദ്ധമായ, വൈജ്ഞാനികമായ, ദൈക്ഷണികമായ ഒരു സ്ഥലത്ത് കൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്. ഇഷ്ടം പോലെ ദേവാലയങ്ങളുള്ള നാട്ടിൽ നിന്നുകൊണ്ട്, ഇഷ്ടം പോലെ ദൈവങ്ങളുള്ള നാട്ടിൽ നിന്നുകൊണ്ട്, മതഭക്തരായ ആൾക്കാരുടെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നു. ആരാണ് ദൈവം? ആരാണ് ദൈവം? ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ദൈവത്തിന്റെ കൽപ്പന എന്താണ്? സമയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയും. സമയം കിട്ടുമോ എന്നറിയുന്നില്ല. പ്രിയമുള്ളവരെ പറയട്ടെ, അതാണ് പൗലോസിന്റെ പ്രസംഗത്തിന്റെ കണ്ടന്റ്, ഉള്ളടക്കം എന്ന് പറയുന്നത്. 24ാം വാക്യത്തിലാണ് വിശദീകരണം ആരംഭിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 24ാം വാക്യം മുതൽ 17, 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ലളിതമായി ഞാൻ വിശദീകരിക്കാം. എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചു തരാം. ആരാണ് ദൈവം? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവിക സങ്കല്പം എന്താണ്? ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെക്കുന്ന ദൈവിക സങ്കല്പം സുതാര്യമാണ്, വളരെ സംവേദനക്ഷമതയുള്ളതാണ്, മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ആരാണ് ദൈവം എന്നുള്ളതാണ്. ഒരു സത്താ സവിശേഷത്തിന് ദൈവമാകണമെങ്കിൽ, ഒരു സത്താ സവിശേഷത്തിന് പൂജാ വിഷയമാകണമെങ്കിൽ, ദൈവം എന്ന് പറയുന്ന അബ്സല്യൂട്ട് റിയാലിറ്റി ആകണമെങ്കിൽ കുറഞ്ഞത് 5-6 ഗുണമെങ്കിലും ഉണ്ടാകണം. മനുഷ്യനില്ലാത്ത അബ്സല്യൂട്ട് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. മനുഷ്യനുള്ള റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ് അല്ല, ദൈവത്തിനുള്ള ചില സ്വഭാവങ്ങൾ നമുക്കുമുണ്ട്. സ്നേഹം, അങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ നമ്മൾ തിയോളജി പറയും. അല്ലെങ്കിൽ റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. മനുഷ്യനുള്ള, ദൈവത്തിലുള്ള പല സ്വഭാവങ്ങൾ മനുഷ്യനുണ്ട്. അതല്ല ദൈവത്തെ ദൈവമാക്കുന്നത്. ദൈവത്തെ ദൈവമാക്കുന്നത് മനുഷ്യനില്ലാത്ത മൗലികമായ അബ്സല്യൂട്ട് ആട്രിബ്യൂട്ട്സ്, ആ സ്വഭാവമുള്ള ഒരു സത്താ സവിശേഷത്തിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ഒരു ലീഗൽ എൻറ്റിറ്റി, ഒരു അബ്സല്യൂട്ട് ഒരു റിയാലിറ്റി ദൈവമാകണമെങ്കിൽ ഒന്നാമത് ആ ദൈവത്തിനുണ്ടാകേണ്ട സ്വഭാവം 24ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, സ്വർഗത്തിലും ഭൂമിയുടെ കർത്താവ്. ഒരു സത്താ സവിശേഷം ദൈവമാകണമെങ്കിൽ സൃഷ്ടിയിൽപ്പെട്ടവരല്ല, സൃഷ്ടിയല്ല, ആ സത്ത സൃഷ്ടാവായിരിക്കണം. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവം സൃഷ്ടാവാണ്. സ്തോത്രം. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവം സൃഷ്ടിയല്ല, സൃഷ്ടിയിൽ മനുഷ്യന്റെ സൃഷ്ടി ഉൾപ്പെട്ടവനല്ല,
പിന്നെയോ സൃഷ്ടാവായ ദൈവം, ഈ കാണുന്നതിന് എല്ലാം ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവുണ്ടെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ. അത് ഞങ്ങളുടെ ഫെയ്ത്താണ്, വിശ്വാസമാണ്. നിങ്ങൾക്കറിയാമോ, ഈ കെട്ടിടം, ഈ വലതുവശത്ത് ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ വലത് കൈപ്പുറത്തൊരു കെട്ടിടം നിൽക്കുകയാണ്. സിമെന്റും മണ്ണും കുമ്മായും കമ്പിയുമെല്ലാം ഇഷ്ടികയുമെല്ലാം ഏതോ കാറ്റടിച്ച് പറന്നു വന്ന് ഇവിടെ ഒരു കെട്ടിടമുണ്ടായി എന്ന് വെള്ളനാട് വിവരമുള്ളവരാരും വിശ്വസിക്കത്തില്ല. പ്രിയമുള്ളവരെ, ആരും അത് വിശ്വസിക്കുന്നില്ല. ഇവിടെല്ലാം വൃക്ഷങ്ങളുണ്ട്, ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ഇതെല്ലാം ഏതോ വെള്ളപ്പൊക്കത്തിന് ഒലിച്ചു വന്ന് ചുമ്മാതങ്ങി ഉണ്ടാകുമെന്ന് പ്രബുദ്ധമായി നാട് വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇന്ന് രാത്രി ഞങ്ങൾ നാടിനോട് പറയുന്നു, ഔട്ട് ഓഫ് നത്തിങ്, ശൂന്യതയിൽ നിന്നൊരു മുട്ടുസൂചി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നാസ്തിക ലോകത്തോട് ഇന്ന് രാത്രി സഭയുടെ സംവാദം അതാണ്. യുക്തി ലോകത്തോട് ഇന്ന് രാത്രി സഭയുടെ സംവാദം അതാണ്. ഒരു തീപ്പെട്ടിക്കമ്പുണ്ടാക്കാൻ ശൂന്യതയിൽ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ ശൂന്യതയിൽ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, ഒരു മൊട്ടത്തോടിനകത്ത് കൊഴുത്ത ദ്രാവകം 28 ദിവസം കൊണ്ട് മജ്ജ വെച്ച്, മാംസം വെച്ച്, മസ്തിഷ്കം വെച്ച്, ഒരു ചെറിയ ഹൃദയം വെച്ച്, തൂവല് വെച്ച്, ചിറക് വെച്ച് ഒരു കോഴിക്കുഞ്ഞാകുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ നാടിനോട് വിളിച്ചു പറയുന്നു, ഇതൊന്നും ചുമ്മാ ഉണ്ടായി വരുന്നതല്ല. ഇതിനെ വിളിച്ചു വരുത്തിയ സർവശക്തനായൊരു ദൈവമുണ്ട്. ആ നോളജിനെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നു. ആ റിയാലിറ്റിയെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നു. ആ അബ്സല്യൂട്ട് പവറിനെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നു. ഇന്ന് രാത്രി ആ ദൈവമാണ് എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയത്. ആ ദൈവം ഒരു ജൈവരാസ പിണ്ഡമോ നഗ്നവാനരനോ അല്ല. 6 രൂപ 40 പൈസയല്ല ചാർസ് മേ പറയുന്ന മനുഷ്യന്റെ വിലയെന്ന് പറയുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നിങ്ങൾ തിരിച്ചറിയണം. കളിമണ്ണിൽ ദൈവം കൈക്രിയ നടത്തിയപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന് പറയുന്ന മഹാത്ഭുതമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം സൃഷ്ടാവാണ്, സൃഷ്ടി ഉൾപ്പെട്ടവനല്ല, മനുഷ്യന്റെ സൃഷ്ടിയുമല്ല, സകലത്തെയും സൃഷ്ടിച്ചവനാണ് ബൈബിളിലെ ദൈവം. ആ ദൈവം സൃഷ്ടാവാണ്. അതുകൊണ്ട് ആ ദൈവം സ്വർഗത്തിലും ഭൂമിയുടെയും കർത്താവാണ്. അതാണ് പൗലോസിന്റെ ഒന്നാമത്തെ പോയിന്റ്. അതാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവാണ്, ക്രിയേറ്ററാണ്, സകലത്തിന്റെ സൃഷ്ടാവാണ്. ഈ പ്രസംഗം ഇവിടെ ചുമ്മാതെ ഇവിടെ വന്നതല്ല. ഈ മൈക്രോഫോൺ ഏതെങ്കിലും ശൂന്യത ആകാശത്ത് ഇറങ്ങി വന്നതല്ല. ഈ കെട്ടിടം ചുമ്മാതെ ഉണ്ടായി വന്നതല്ല. അങ്ങനൊന്നും അങ്ങക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ പുറകിലൊരു എനർജി ഉണ്ടെന്നെങ്കിലും താങ്കൾ വിശ്വസിക്കും. ഇതിൻ്റെ പിന്നിൽ ഒരു അബ്സല്യൂട്ട് റിയാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കും. ഇതിൻ്റെ പിൻപിൽ അനന്തമായൊരു ശക്തി ഉണ്ടെന്നെങ്കിലും നിങ്ങൾ വിശ്വസിക്കും. ആ ശക്തിയെ ഞങ്ങൾ, ആ സൃഷ്ടാവിനെ ഞങ്ങൾ, ആ അബ്സല്യൂട്ട് റിയാലിറ്റിയെ ഞങ്ങൾ, ആ പരമജ്ഞാനത്തെ ഞങ്ങൾ, ആ പരബ്രഹ്മത്തെ ഞങ്ങൾ ഇന്ന് രാത്രി ദൈവമെന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ. രണ്ടാമത്തെ പോയിന്റ് പൗലോസ് പറയുന്നു, ആ ദൈവം സൃഷ്ടാവായതുകൊണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും ആ ദൈവം കർത്താവായതുകൊണ്ട്, ആ ദൈവം മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. അതാണ് പ്രസംഗത്തിന്റെ രണ്ടാമത്തെ പോയിന്റ്, പൗലോസൻ പ്രസംഗത്തിന്റെ. ആ ദൈവം സൃഷ്ടാവാണ്. ആ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും അടങ്ങാത്തവരാണ്, കർത്താവാണ്. യഹൂദ ജനതയുടെ പ്രേമഭാജനമാണ് ഒന്നാമത്തെ ദേവാലയം, ശലോമോന്റെ ദേവാലയം. ശലോമോന്റെ ദേവാലയം കമനീയമായി പണിതെടുത്ത ശേഷം ആ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ ശലോമോൻ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം. നീ സ്വർഗത്തിലും ഭൂമിയിലും അടങ്ങാത്തവനാകൊണ്ട് ഞാൻ പണിത ആലയം ഏത് വിധം നീ സ്വർഗത്തിലും ഭൂമിയും അടങ്ങത്തില്ല. അതുകൊണ്ട് ഈ ആലയം ഏത് വിധം നീ ആലയത്തെക്കാൾ വലിയവനാണ്. അതുകൊണ്ട് ദൈവം സ്വർഗത്തിലും ഭൂമിക്കും കർത്താവാകൊണ്ട്, ദൈവ സൃഷ്ടാവായതുകൊണ്ട് മനുഷ്യൻ നിർമ്മിതമായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. ദൈവം ആലയത്തെക്കാൾ വലിയവനാണ്. മഞ്ഞും മഴയുമൊക്കെ ഏൽക്കാതെ, കാറ്റും വെയിലും ഒക്കെ കൊള്ളാതെ ഒരുമിച്ച് കൂട്ടായ്മ കൂടാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് ഈ കെട്ടിടം കേട്ടോ. ടെമ്പിൾ ഓറിയന്റഡ് വർഷിപ്പ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ശമരിയ സ്ത്രീയായിട്ടുള്ള എൻകൗണ്ടറിൽ ഡയലോഗിൽ യേശു വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥ സത്യത്തിന്റെ ആരാധന ഗെരിസിമലയിലല്ല, യെരൂശലേമിലെ ആരാധന ആത്മാവിന്റെ ആരാധനയുമല്ല. യഥാർത്ഥ ആരാധന എന്ന് പറയുന്ന ആത്മാവിനും സത്യത്തിലുമാണ്. അതുകൊണ്ട് ആരാധന കെട്ടിട കേന്ദ്രീകൃതമല്ല, ആരാധന സ്ഥല കേന്ദ്രീകൃതമല്ല, ആരാധന സമയബന്ധിതമല്ല. ആരാധന ആത്മാവിന് സത്യത്തിലുമാണ്. ദൈവം ആത്മാവാണ്. നിങ്ങൾ ചോദിക്കും, പെന്തക്കോസ്തുകാർ കൂടുന്നിടത്ത്
എന്താ ഒരു ചുവർചിത്രം പോലും ഇല്ലല്ലോ, ഐക്കൺസ് ഇല്ലല്ലോ, ഐഡൽസ് ഇല്ലല്ലോ, ഇമേജുകളില്ലല്ലോ. ബൈബിളാണ് ഐക്കണോഗ്രാഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതിന്റെ കാരണം ദൈവം പറയുന്നു, ഞാൻ ഹോറേബിൽ വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ രൂപം കണ്ടില്ല. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ അങ്ങ് മീതെ വെള്ളത്തിൽ ഒന്നിന്റെ രൂപം വരുന്നത് നിങ്ങൾ എന്നെ ആരോട് സമനാക്കും, നിങ്ങൾ എന്നെ ആരോട് തുല്യനാക്കും. അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നു. അദർശനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞ ദൈവത്തെ പ്രത്യക്ഷവൽക്കരിക്കാൻ, ദൈവത്തെ ആവിഷ്കരിക്കാൻ, ദൈവത്തെ ദൃശ്യവൽക്കരിക്കാൻ, ദൈവത്തെ പ്രതിനിധീകരിക്കാൻ തന്റെ പുത്രനായ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. അവരാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ആൻഡ് റെവലേഷൻ. യേശു ക്രിസ്തുവിന് മാത്രമേ ദൈവത്തെ ദൃശ്യവൽക്കരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയായ പ്രതിച്ഛായ വെളിപ്പെടുത്തുന്നവൻ, എക്സാക്ട് റെപ്രസെന്റേഷൻ. അതുകൊണ്ടാണ് തിയോഫനിയുടെ ഭാഗമായി, എപ്പിഫനിയുടെ ഭാഗമായി, പ്രത്യക്ഷതയുടെ ഭാഗമായി, റെപ്രസെന്റേഷന്റെ ഭാഗമായി യേശു ക്രിസ്തു മാത്രം വെളിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള മനുഷ്യാവതാരം എന്ന് പറയുന്നത്, ക്രിസ്തുമസ് ഒക്കെ ആഘോഷിച്ചല്ലോ. ഞാൻ കണക്ക് പറയാം, ക്രിസ്തുമസ് ആഘോഷിച്ചല്ലോ. പ്രിയമുള്ളവര്, 3 ദിവസം കൊണ്ട് കുടിച്ച് തീർത്തത് 154.77 കോടി രൂപ മദ്യം. യേശുക്രിസ്തുവിന്റെ ജഡവതാരത്തിന്റെ തിരുപ്പിറവിയുടെ തിരുരഹസ്യം ഇതിനു വേണ്ടിയാ. ഈ 3 ദിവസം കൊണ്ട് 155 കോടി രൂപയുടെ മദ്യമാണ് കുടിച്ചു തീർത്തത്. ഒറ്റ ദിവസം മാത്രം 70.73 കോടി രൂപയുടെ മദ്യം. ചാലക്കുടിയിലെ അച്ചായമാരാണ് 1ാം സ്ഥാനം. സ്വോത്രമൊന്നും പറയണ്ട, മനസ്സിലായല്ലോ. ചങ്ങനാശ്ശേരിക്കാരാണ്, എൻ്റെ അടുത്ത സ്ഥലമാണ്, 2ാം സ്ഥാനം. ഡിസംബർ 22, 23 2 ദിവസം കൊണ്ട് 89 കോടി രൂപയുടെ മദ്യം. ക്രിസ്മസിന് മാത്രമാണ്, ന്യൂ ഇയറിൻ്റെ കണക്കൂടെ പറയാം. ക്രിസ്മസും പുതുവത്സരം കൂടെ ചേർത്ത് നിങ്ങൾക്കറിയാലോ, ബെബ്കോ മാത്രം ഔട്ട്ലെറ്റിലൂടെ മാത്രമാണ്. ഇതിനകത്ത് പട്ടച്ചാരായമില്ല, ആനമൈക്കില്ല, സ്പിരിറ്റ് ഇല്ല, ഇതൊന്നുമില്ല. ബിവറേജിലൂടെയും കൺസ്യൂമർ ഫെഡിലൂടെയും മാത്രമുള്ള സർക്കാരിൻ്റെ വെബ്സൈറ്റാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. 543.13 കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്തുമസ്, ന്യൂ ഇയർ. ഈ ന്യൂ ഇയറിലൂടെ കുടിച്ചു തീർത്തത് 27 കോടി രൂപയുടെ വർധന കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കുടിച്ചു കേട്ടോ. തിരുവനന്തപുരം പവർ ഹൗസിൽ ഔട്ട്ലെറ്റാണ് 1ാം സ്ഥാനം. 1ാം സ്ഥാനം കിട്ടുന്ന നമ്മൾ കയ്യിൽ നോടിക്കണ്ട, മനസ്സിലായോ. 2ാം സ്ഥാനം എറണാകുളം 77 ലക്ഷമാണ്. ഇരിങ്ങാലക്കുട അടുത്തത്. ഈ ക്രിസ്മസിന് 3 ദിവസം മാത്രം 230 കോടി രൂപയുടെ മദ്യമാണ്. പുതുവത്സരത്തിൻ്റെ തലേന്ന്, അന്ന് ബാറില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് തലേദിവസം വാങ്ങി വെക്കും, 70 കോടി മദ്യം. വെള്ളനാട് ദേശത്തോട് ഇന്ന് രാത്രി ചോദിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ ഭൂതല പ്രവേശനം ഇങ്ങനെ പട്ടയടിച്ചും കള്ളു കുടിച്ചും റോഡിൽ കടന്ന് പടക്കം പൊട്ടിച്ചും പൂപ്പിരി കത്തിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. വിശ്വവിമോചകന്റെ ഭൂതല പ്രവേശനം എന്തിനു വേണ്ടിയാണ്? സത്യദൈവത്തെ വെളിപ്പെടുത്താൻ, ഭാവിയായ മനുഷ്യനെ സകലവിധമായ കെടുതികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്. അത് ചാരായം കുടിച്ച് ആഘോഷിക്കാനുള്ളതല്ല, അത് പട്ടയടിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല, അത് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. ഇന്ന് രാത്രി യേശു ക്രിസ്തു നിങ്ങൾക്ക് ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് കഴിഞ്ഞ ഓണത്തിന് 700 കോടി രൂപയുടെ മദ്യം, 675 കോടി രൂപയാണ് നികുതി വരുമാനമായി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വന്നത്. മനസ്സിലായോ? ലോട്ടറിയും ഈ ഇത് ഉള്ളത് കൊണ്ടാണ് പിടിച്ചിരിക്കുക നമ്മൾ. കഴിഞ്ഞ ഓണം 8 ദിവസം കൊണ്ട്, ഈ ഓണമല്ല അതിൻ്റെ കഴിഞ്ഞ ഓണം 8 ദിവസം കൊണ്ട് 665 കോടി രൂപയുടെ മദ്യം. 2022 ഉത്രാടത്തിന് അന്ന് മാത്രം 116 കോടി രൂപയുടെ മദ്യം. അവിടെ ഇരിങ്ങാലക്കുടയാണ്. ഈ ചാലക്കുടി ഇരിങ്ങാലക്കുട അച്ചാർമാർക്കാണ് ഇച്ചിരി അടി കൂടുതൽ, മനസ്സിലായോ? പള്ളിയിൽ പോയതുകൊണ്ടൊന്നും ആയില്ല, ഞാൻ പിന്നീട് വിശദീകരിക്കാതെ. ഏറ്റവും കുറവ് ചിന്നക്കലല്ല, പൈസ ഇല്ലല്ലോ. കഴിഞ്ഞ ക്രിസ്മസിന് 229 കോടി രൂപയുടെ മദ്യം. ഡിസംബർ 25 മാത്രം 89 കോടി രൂപയുടെ മദ്യം. ഡിസംബർ 31 2021 ഇവിടുത്തെ അല്ല, 23 അല്ല, 22 ഡിസംബർ 31 82.26 കോടി രൂപയുടെ മദ്യം. വേൾഡ് കപ്പിന്റെ ഫൈനലിൽ അന്ന് മാത്രം 50 കോടി രൂപയുടെ വിറ്റു. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ നാട്. പട്ടാഴിയിലും പള്ളിക്കലും കല്ലുവാതിക്കലും വൈപ്പിൻകരയിലും എത്ര എണ്ണം മരിച്ചെന്നറിയാമല്ലോ?
ഇന്ന് രാത്രി നാടിനോട് പറയും, നിയമവിരുദ്ധമായ ലഹരിയോട് വിട പറയണം, മദ്യത്തോട് വിട പറയണം. കള്ളു കുടിക്കുന്നവന് മദ്യപിക്കുന്നതിന് മെമ്പർഷിപ്പ് കൊടുക്കാത്തൊരു സഭയാണ് പെന്തക്കോസ്ത് സഭ കേട്ടോ. വെല്ലുവിളിച്ച് നാടിനോട് പറയുന്നു, മദ്യപിക്കാത്തവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന മദ്യപിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല. അത് പ്രധാനമാണ്. ഏതെങ്കിലും ഒരുത്തൻ രഹസ്യത്തിൽ അടിച്ച സഭയ്ക്കകത്ത് കാണത്തില്ല. അതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്ന സാത്വിക സമൂഹമാണ്. ലോകത്തിങ്ങനൊരു സമൂഹം ഉണ്ടാകില്ല കേട്ടോ. മുഖ്യമന്ത്രിയുടെ കാറിന് കല്ലെറിയാത്ത, പ്രതിപക്ഷ നേതാവിന്റെ കാറിന് കരിങ്കൊടി കാണിക്കാത്ത, സെക്രട്ടേറിയറ്റ് വളയാത്ത, ഇന്ന് രാത്രി നിങ്ങൾ 12 മണിക്ക് പാറശാല മുതൽ കാസർഗോഡ് വരെ ഞങ്ങളുടെ ദേവാലയം റെയ്ഡ് ചെയ്ത നിങ്ങൾക്കൊരു കുറുവടി കിട്ടത്തില്ല. അത്രയ്ക്ക് സമാധാനത്തോടെ ജീവിക്കുന്ന സാത്വിക സമൂഹമാണ് ഈ നാട്ടിലെ പെന്തക്കോസ്ത് സമൂഹം. പ്രൈസരാ. അതുകൊണ്ട് ഇത് പറയാൻ ആധികാരികമായി അർഹതയുള്ള സമൂഹം ഞങ്ങൾ മാത്രമാണ്. ബാറ് നടത്തുന്നവരാണ് മദ്യവർജന പ്രസ്ഥാനം നടത്തുന്നത്. മനസ്സിലായോ? നാട്ടിലെ മുഴുവൻ റേഞ്ച് പിടിക്കുന്നവരാണ് പലപ്പോഴും മദ്യവർജന സമിതിയുടെ ആൾക്കാർ. ഞങ്ങൾ ഇതിനകത്തൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ 118 വർഷമായി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെയാണ് ലഹരി ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അത് തിരിച്ചറിയണം. പോലീസുകാരി പോലും പോകത്തില്ലായിരുന്നു, ചങ്കച്ചുളയിൽ പോകുമായിരുന്നോ? നിങ്ങൾ തമ്പാനൂരിൽ ഓട്ടോറിക്ഷ വിളിച്ച ചങ്കച്ചുളയിൽ ഓട്ടം പോകത്തില്ലായിരുന്നു, പോലീസുകാർ പോകത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് 20-ലധികം സഭകൾ ചങ്കച്ചുളയ്ക്കകത്തുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. അത് 20 വയസ്സിനിടയിൽ പ്രശാന്ത് 3 പ്രാവശ്യം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നു. ആ പ്രശാന്ത് ഇന്ന് സുവിശേഷ പ്രഭാഷകരാണ്. ആ ചെറുപ്പക്കാരെ മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ രാഷ്ട്രമീമാംസകൾക്കും പ്രത്യശാസ്ത്രങ്ങൾക്കും ഇരുമ്പഴികൾക്കും ഭരണഘടനയ്ക്കും കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷമാണ് ആ ചെറുപ്പക്കാർക്ക് രൂപാന്തരീകരണം കൊടുത്തത്. പമ്പയാറ്റിലെ വെള്ളങ്ങൾക്ക് എൻ്റെ പാപക്കറകളെ കഴുകിക്കളയാൻ കഴിയുമോ എന്ന് ചോദിച്ച കരിക്കമ്പിലെ കൊലക്കേസിലെ പ്രതി റെനി ജോർജ്, കൊലപാതകിയായ ഗീതാകൃഷ്ണൻ, മോഷണത്തിൽ പ്രതിയായ ചിങ്ങവന സുരേഷ്, അമ്പലത്തിലെ വിഗ്രഹം മാത്രം മോഷ്ടിക്കുന്ന ഒരാളുണ്ടായിരുന്നു മുഹമ്മദ് ചന്ദ്രൻ. അതൊക്കെ എൻ്റെ സഭയിൽ വന്നിട്ടുണ്ട്, അടുത്തിടെ മരിച്ചുപോയി. 3 പ്രാവശ്യം ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആടി. അദ്ദേഹം ഒരു കൊച്ചു മനുഷ്യനാണ്. സെൻട്രൽ ജയിലിൽ ആടി. കൊച്ചു മനുഷ്യരൊക്കെ ആയിരിക്കും ഇപ്പം വില്ലന്മാർ. മനസ്സിലായോ? ഈ ബാത്റൂമിൻ്റെ ജനലങ്ങളക്കി 3 പ്രാവശ്യം ചാടി. അദ്ദേഹം അമ്പലത്തിലെ വിഗ്രഹങ്ങളെ മോഷ്ടിക്കൂ. ആ മുഹമ്മദ് ചന്ദ്രൻ സുവിശേഷകനായി. മുഹമ്മദ് ചന്ദ്രൻ്റെ കൂടെ ഞാൻ പത്തനംതിട്ട സബ് ജയിലിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പാസ്റ്ററായിരിക്കുമ്പോൾ സിരുവൻ്റെ സഭയിൽ വരുമായിരുന്നു. ആ മുഹമ്മദ് ചന്ദ്രൻ മനുഷ്യനായത് സുവിശേഷത്തിലൂടെയാണ്. ഗീതാകൃഷ്ണൻ IPSലെ പാസ്റ്ററായത് സുവിശേഷത്തിലൂടെയാണ്. റെനി ജോർജിന്റെ പാപക്കറകളെ കൈക്കളഞ്ഞത് യേശുവിന്റെ രക്തമാണ്. ചിങ്ങമന സുരേഷിന് മാനസാന്തരം കൊടുത്തത്, അങ്ങനെ അനവധിയായ ചെറുപ്പക്കാർക്ക് മാനസാന്തരം കൊടുത്തത്. ഇന്ന് രാത്രി ഈ വെള്ളനാട് ദേശത്തോട് ഞങ്ങൾ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. ആ യേശുവിനെ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി യോഗം നാടിനോട് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സുവിശേഷമാണ് ഞങ്ങൾക്ക് വ്യത്യാസം നൽകിയത്. പ്രിയമുള്ളവരെ, അനവധിയായ ചെറുപ്പക്കാർ വിടിപ്പോട്ട് പ്രസംഗം കേൾക്കാൻ. അവരെല്ലാം മദ്യപിച്ചവരായിരുന്നു. വീടിന് നാട്ടുകാർക്ക് തലവേദനയായിരുന്നു. എന്നാൽ ഇന്ന് കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ലഹരിയോട് വിട പറയൂ, കഞ്ചാവിനോട് വിട പറയൂ. നാട്ടിൽ അത് നിമിത്തം വലിയ ആപത്താണ്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയാണ്, കൊട്ടേഷൻ സംഘങ്ങൾ വിഹരിക്കുകയാണ്. രാവിലെ കയ്യിലെത്തുന്ന വർത്തമാന പത്രങ്ങൾക്ക് മനുഷ്യച്ചോരയുടെ മണമാണുള്ളത്. ഇവിടെ മനുഷ്യത്വം പറഞ്ഞലിക്കുന്നു, മനസാക്ഷി മരവിക്കുന്നു, മനുഷ്യ പിശാചുക്കളായി മാറുന്നു, കാട്ടാളത്തം ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ തിന്മകൾ പത്തി വിടർത്തിയാടുന്ന വിഷപ്പാമ്പുകൾ നിറഞ്ഞ് ചിപ്പക്കാമ്പുകളായി മനുഷ്യഹൃദയങ്ങൾ മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ പേര് നാടിന്റെ തെരുവീതികൾ ചോരപ്പുഴകളായി മാറുകയാണ്. പച്ചവിറക് വെട്ടിക്കീറുന്നത് പോലെ മനുഷ്യനെ വെട്ടിക്കീറുകയാണ്. ഇന്ന് രാത്രി സമാധാനം വേണോ? യേശുവിന്റെ അടുക്കിലേക്ക് ഇന്ന് രാത്രി വാ. ഞങ്ങൾ സമാധാനം കിട്ടിയത് യേശുവിന്റെ അടുക്കിലേക്ക് വന്നതാണ്. സ്തോത്രം. ഞങ്ങളെയെല്ലാം ഇങ്ങനെ മനുഷ്യരാക്കിയ ഒരു മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. വിമോചനത്തിന്റെ മാർഗം ക്രിസ്തുവിന്റെ മാർഗം എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. അതുപോലെ അനവധി ആളുകൾ ഇവിടെയുണ്ട്. അവർ ഈ സന്ദേശത്തിന്റെ ഉജ്ജ്വലതയും ജാജ്വലതയും ഉയർത്തിപ്പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ നാടിനോട് പറയുന്നത്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു വിമോചനത്തിന്റെ മാർഗം ക്രിസ്തുവിന്റെ മാർഗമാണെന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് തിരിച്ചറിയണം. അതുകൊണ്ട് ലഹരിയോട് വിട പറയണം. ഈ അബ്കാരി സംസ്കാരമൊക്കെ വളരും. മനസ്സിലായി? ബാർ മുതലാളികളുടെ വീട് നിങ്ങൾ നോക്കണം, കുടിക്കുന്നവരുടെ വീട് നോക്കണം.
മനസ്സിലായില്ലേ? ഈ സോഡ കുപ്പി പോലെയാണ്. ഒരു 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 ബുദ്ധിജീവി പറഞ്ഞിരിക്കുന്നത്, കുപ്പിക്ക് അറിയാലോ, കുപ്പി കണ്ടേ അറിയാമല്ലോ, കുപ്പിക്ക് തലയില്ല, കുടിക്കുന്നതിനും അതില്ല. തലയുള്ളവൻ ആരെങ്കിലും കുടിക്കുമോ? അതുകൊണ്ട് ആ കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. വാറ്റിയാരായും അവസാനിപ്പിക്ക്. നിയമവിരുദ്ധമായ ലഹരി വസ്തുക്കളോട് വിട പറ. ഇന്ന് ഈ കള്ളൊന്നും ആർക്കും വേണ്ട, ബിവറേജിലൊന്നും വേണ്ട. ഞാൻ വായിച്ചത് 2 ആഴ്ചയൊക്കെ ലഹരി നീക്കുന്ന മയക്ക് വരുന്നുണ്ട്. MDMA ഡെയിലിയാണ് റെയ്ഡ് നടക്കുന്നത്. ചെറുപ്പക്കാർ ഈ ബൈക്ക് അപകടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. നാട്ടിലെ ചെറുപ്പക്കാരോട് ഇന്ന് രാത്രി ഞങ്ങൾ സ്നേഹത്തോട് പറയുന്നു, മയക്കുമരുന്നിൽ നിന്ന് വിട പറയുക. നിന്റെ ജീവിതം നശിപ്പിക്കും, നിന്റെ നാഡീ വ്യവസ്ഥകളെ തകർക്കും, നിന്റെ മസ്തിഷ്കം തകർക്കും, നിന്റെ കുടുംബം തകർക്കും, സമാധാനം തകർക്കും. ഇന്ന് രാത്രി ലഹരിയോട് വിട പറഞ്ഞ് യേശുവിലേക്ക് മടങ്ങുക. സ്തോത്രം. ഈ ദൈവം ആരാണ് നിങ്ങൾ തിരിച്ചറിയണം. സൃഷ്ടാവാ. ഈ ദൈവം കെട്ടിടങ്ങളിലല്ല വസിക്കുന്നത്, ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിലാണ്. ബൈബിളിലെ ദൈവം വസിക്കുന്നത്, മനസ്സാക്ഷി വെളിപ്പെടുന്ന ദൈവം, മനസ്സിൽ വ്യാപരിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്, ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഹൃദയത്തിലാണ്. ഇന്ന് രാത്രി വേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ദൈവം സൃഷ്ടാവാണ്, സർവശക്തനായ ദൈവം, ഒംനിപൊട്ടന്റ്. ആ ദൈവം സർവജ്ഞാനിയാണ്. സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ മലയാളിയുടെയും മലേഷ്യക്കാരൻ്റെയും ബംഗാളിയുടെയും ആദിവാസിയുടെയും ഗോത്രവർഗക്കാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും ഇന്തോനേഷ്യൻ എല്ലാവരുടെയും ഭാഷ അറിയാം. ഈ ദൈവം പോകുന്നിടത്തൊക്കെ പരിഭാഷകരെ കൊണ്ട് നടക്കണ്ട കേട്ടോ. ഈ ദൈവം ഒംനിഷ്യൻ്റ് ആണ്. ഇന്ന് രാത്രി ദൈവത്തിന് എല്ലാവരെയും അറിയാം. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവരോ നിന്റെ ഭർത്താവല്ല എന്ന് പറയാൻ ശമരിയ സ്ത്രീയെ വിവേചിച്ച ക്രാന്തദർശിയായ പ്രവാചകത്വം. അത്തിയുടെ കീഴിരിക്കും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞുവെന്ന് വിളിച്ചു പറഞ്ഞ കർത്താവ്. സാമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ പോയ മത്സ്യത്തിന്റെ അടിവയറ്റി കിടക്കുന്ന ചതുർമ്മപ്പടം കാണാൻ കണ്ണുള്ളവനായൊരു ദൈവം ഇന്ന് രാത്രി സർവജ്ഞാനിയാണ്. ആ ദൈവത്തിന് നിന്നെ അറിയാം, നിന്റെ ഭാഷ പോലും അറിയേണ്ട കേട്ടോ. മനന വ്യാപാരങ്ങളെയും വിചാരധാരകളെയും ദൈക്ഷണിക വ്യാപാരങ്ങളെ തിരിച്ചറിയുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ വേദനകളെയും നൊമ്പരങ്ങളെയും അറിയുന്നൊരു ദൈവം സർവജ്ഞാനിയാണ്. ഈ ദൈവത്തിന് ഇന്ന് രാത്രി നിന്റെ മനസ്സറിയാം. നിങ്ങൾ പ്രാർത്ഥിച്ച ആപ്ലിക്കേഷൻ അങ്ങ് വെക്കുമ്പോഴൊന്നും അല്ല ദൈവം അറിയുന്നത്. മത്താടെ സുവിശേഷം പറയുന്നു, അറിയിക്കും മുമ്പേ ഞാൻ അറിഞ്ഞെന്നാണ്. നമ്മൾ വിചാരിക്കുന്ന ഉപവാസം പ്രഖ്യാപിച്ച് 21ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥന പൂർത്തിയാക്കി നമ്മൾ ആപ്ലിക്കേഷൻ അങ്ങ് വെച്ച് കഴിയുമ്പോഴല്ല ദൈവം അറിയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്നതല്ല, റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ്, പുത്രത്വത്തിൻ്റെ ബന്ധത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അറിയിക്കും മുമ്പേ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കും മുമ്പേ അറിഞ്ഞൊരു ദൈവം, നിങ്ങളുടെ മനന വ്യാപാരങ്ങളെ അറിയിക്കുമ്പോൾ അറിയുന്നൊരു ദൈവം, നിങ്ങളുടെ വ്യതകളെ നൊമ്പരങ്ങളെ കഷ്ടപ്പാടുകളെ നിന്റെ ഭവനത്തിലെ പ്രശ്നങ്ങളെ അറിയുന്നവനായൊരു ദൈവമുണ്ട്. സർവജ്ഞാനിയാണ് ഈ ദൈവം. ആ ദൈവം സർവവ്യാപിയാണ് എന്ന് പറഞ്ഞാൽ ഈ ദൈവം എല്ലായിടത്തും എപ്പോഴും സന്നിഹിതനാകുന്നവൻ. എവിടെയെങ്കിലും ഇരുന്നിട്ട് ആളുകളെല്ലാം വന്ന് എന്നെ കാണണമെന്ന് പറയുന്ന ഒരു പ്രാദേശികമായ ലീഗൽ എൻറ്റിറ്റി അല്ല. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ദൈവസാന്നിധ്യമുണ്ട്. വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് അത് അനുഭവിക്കാൻ കഴിയും. അങ്ങ് ക്യാമ്പസിലായിരിക്കുന്ന ഏതോ സ്റ്റേറ്റ് ആയിരിക്കുന്ന മക്കൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. എപ്പോഴും എവിടെയും സന്നിഹിതനാകുന്ന ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. ആ ദൈവം ഒരിടത്തിരിക്കുകയല്ല, പിന്നെയോ ആകാശം ചായിച്ചിറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. നിങ്ങൾക്ക് എവിടെ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാം? എവിടെയും. അതുകൊണ്ട് ദിക്കുകൾക്കും സ്ഥലത്തിനും ഒന്നും ഇവിടെ പ്രാധാന്യമേ ഇല്ല. എവിടെയും നിങ്ങൾ മുട്ടുകുത്തുന്ന ഇടത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടത്ത് ഈ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് അനുഭവിക്കാം, നിങ്ങളുടെ വീട്ടിലത് അനുഭവിക്കാം. എവിടെയെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമോ? ബൈബിളിലെ ദൈവിക സങ്കല്പം, ആ ദൈവം സർവശക്തനാണ്, സൃഷ്ടാവാണ്. ആ ദൈവം സൃഷ്ടാവായതുകൊണ്ട് ആ ദൈവത്തെ കെട്ടിടത്തിൽ നിങ്ങൾക്ക് ഒതുക്കിയിരുത്താൻ പറ്റില്ല. ആ ദൈവം സർവജ്ഞാനിയാണ്, ആ ദൈവം സർവവ്യാപിയാണ്, ആ ദൈവം നിത്യനാണ്, ആദി അന്തവുമില്ലാത്തവൻ, എറ്റേണൽ, ആദി അന്തവുമില്ലാത്തവനാണ്, നിത്യനാണ്. ആ ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനായതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരില്ലെന്ന് പറയുന്ന സങ്കല്പമല്ലത്. ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് ആരും വന്ന് ഈ ദൈവത്തെ തുടരുത്, അങ്ങനല്ല. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം അടുത്തു വരുന്നവരെ വിശുദ്ധീകരിക്കുന്നവനെന്നാണ്.
ഇന്ന് രാത്രി ദൈവം പരിശുദ്ധനായതുകൊണ്ട് അങ്ങ് അകന്നു നിൽക്കാനല്ല പറയുന്നത്. ഇന്ന് രാത്രി ആർക്കും യേശുവിൻ്റെ അടുക്കൽ വരാം. സ്ത്രീകൾക്ക് വരാം, ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും എപ്പോ വേണമെങ്കിലും വരാം. കുട്ടികൾക്ക് വരാം, സ്ത്രീകൾക്ക് വരാം, ഏത് മതക്കാരനും ജാതിക്കാരനും വരാം. ദളിതന് വരാം, ആദിവാസിക്ക് വരാം, അയ്പജാതിക്കാരൻ, നാട്ടുകാരൻ, മുദ്ര കുത്തുന്നവന് ഇന്ന് രാത്രി ആർക്കും യേശുവിൻ്റെ അടുക്കലേക്ക് വരാം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തായി ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ കഴിയുന്ന ഒരു ദൈവിക സങ്കല്പമാണ് ബൈബിളിലെ ദൈവിക സങ്കല്പം. ഈ യേശു നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ആർക്കും വരാം, ആർക്കും വരാം, എപ്പോ വേണമെങ്കിലും വരാം. ഈ ദൈവത്തെ തൊടാം, ഈ ദൈവത്തെ തൊടാം. മതവും രാഷ്ട്രീയവും ചവച്ചു തൂപ്പിയ ചണ്ടിക്കുമാരങ്ങൾ യഹൂദ മതത്തിന്റെ ലീഗലിസത്തിൽ ഉണ്ടായിരുന്നു. വ്യവസ്ഥാപിതമായ ഭൂപടത്തിന് പുറത്ത് ആലഞ്ഞു തിരിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. തൊടാൻ പാടില്ല. മതം തീരുമാനിക്കും ആരാണ് നല്ലവൻ, പൗരോഹിത്യം തീരുമാനിക്കും ഏത് ജാതിയാണ് നല്ലത്, പൗരോഹിത്യം തീരുമാനിക്കും ഏത് ശരീരമാണ് നല്ലത്. അതുകൊണ്ട് കുഷ്ഠരോഗി അശുദ്ധനാണ്, രക്തസ്രവക്കാരി അശുദ്ധയാണ്. യഹൂദ മതത്തിന്റെ വംശഹുങ്കിന്റെ ഇരകളാണ് കനാന്യ സ്ത്രീകളും കനാന്യരും അതുപോലെ തന്നെ ശമര്യക്കാരും. ഇതൊക്കെ പൗരോഹിത്യം തീരുമാനിക്കും, ഇതൊക്കെ ശ്രേണിബന്ധമായ മതം തീരുമാനിക്കും, ഇതൊക്കെ ഹൈറാർക്കി തീരുമാനിക്കും, ഇതൊക്കെ രാഷ്ട്രീയം തീരുമാനിക്കും, ഇതൊക്കെ പ്രീസ്റ്റ് കൊണ്ട് തീരുമാനിക്കും. എന്നാൽ തൊടരുതെന്ന് ആരൊക്കെ പറഞ്ഞു അവരെയെല്ലാം യേശു തൊട്ടു. മഞ്ചത്തെ തൊട്ടു, ശവത്തെ തൊട്ടു, രക്തസ്രവക്കാരിയെ തൊട്ടു, കുഷ്ഠരോഗിയെ തൊട്ടു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, മതം പറയുന്നതിന് വ്യവസ്ഥാപിതമായ ഭൂപടത്തിന് പുറത്ത് അലഞ്ഞിരിഞ്ഞ് നടന്ന് പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന പുറമ്പോക്കിന്റെ വീണ്ടെടുപ്പിന്റെ പ്രത്യശാസ്ത്രമാണ് ബൈബിൾ എന്ന് രാത്രി തിരിച്ചറിയണം. അതുകൊണ്ടാണ് എബ്രായത്തിൽ പറയുന്നത് ഈ വീണ്ടെടുപ്പ് നടന്നത് എവിടെയാണെന്ന് അറിയാമോ? പുറമ്പോക്കിലാണ്. അൾത്താറിലല്ല വീണ്ടെടുപ്പ് നടന്നത്, പള്ളിയിലല്ല വീണ്ടെടുപ്പ് നടന്നത്, പാളയത്തിന് പുറത്ത് ഔട്ട് ഓഫ് ഈ ക്യാമ്പസ് എന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ പാളയത്തിന് പുറത്ത്. ഇവിടെ കുഷ്ഠരോഗം തള്ളുന്ന സ്ഥലം, ഇവിടെയാണ് വേസ്റ്റ് തള്ളുന്ന സ്ഥലം, ഇവിടെയാണ് മാലിന്യം തള്ളുന്ന സ്ഥലം, ഇവിടെയാണ് ദൈവദൂഷകനെ കല്ലെറിയുന്ന സ്ഥലം, ഇവിടെയാണ് വേണ്ടാത്തവനെ കൊണ്ട് തള്ളുന്ന സ്ഥലം. വേണ്ടാത്തവരെ കൊണ്ട് തള്ളുന്ന സ്ഥലമുണ്ടല്ലോ, ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ, അരികുവൽക്കരിക്കപ്പെട്ടവനെ, ആർക്കും വേണ്ടാത്തവനെ, അവനെ തേടി പാളയത്തിന്റെ പുറത്തേക്ക് പോയ മാർഗത്തിന്റെ പേരാണ് യേശുവിന്റെ മാർഗം. അതുകൊണ്ട് വീണ്ടെടുപ്പ് നടന്നത് പുറമ്പോക്കിലാണ് കേട്ടോ. വീണ്ടെടുപ്പ് നടന്ന അവിടെയാണ് മതവും രാഷ്ട്രീയം ചവച്ചു തുപ്പിയ ചണ്ടിക്കൂമ്പാരങ്ങളെ പേടി യേശു എന്നത്. അവിടെയാണ് വരണ്ട കൈയുള്ളവൻ സൗഖ്യമായത്, അവിടെയാണ് കൂനിയായ സ്ത്രീ സൗഖ്യമായത്, അവിടെയാണ് 38 വർഷമായിട്ട് യോഗമുണ്ട്, കൺവെൻഷനുണ്ട്, പെരുന്നാളുണ്ട്, ഉത്സവമുണ്ട്. പക്ഷേ അവന് സൗഖ്യമില്ല. 38,000 പേര് സൗഖ്യം പ്രാപിച്ചു കാണും, അതിവിടെ തർക്കമല്ല. പക്ഷേ അവന്റെ അവസരം നിഷേധിക്കപ്പെട്ടു. നാളുകളായി അവസരം നിഷേധിക്കപ്പെട്ടവരാരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ബെഥസ്ത കുളക്കരയിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ആ ഇടത്താവളം ഇവിടെയുമുണ്ട്. അവിടെ യേശു വന്ന് ഇന്ന് രാത്രി നിന്റെ അവസരമാണ്. അവസരത്തിന് വേണ്ടി നാട് തയ്യാറാകണം. അവരെ ഇന്ന് രാത്രി യേശു തൊടും കേട്ടോ. എന്ത് ലളിതമാണ്. ഞാനീ പറയുന്ന അത്രയും കടുപ്പം പോലും ഇല്ല ഇതിനൊന്നും. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ് ബൈബിളിലെ ദൈവശാസ്ത്രം. ബൈബിളിലെ ദൈവം ആരാണെന്നുള്ളത് വളരെ ലളിതമാണ്. ഞാൻ പറയുന്ന അത്ര കടുപ്പം പോലും ഇല്ല, വളരെ സിമ്പിളാണ്. സ്തോത്രം. അതുകൊണ്ട് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന, ക്രിസ്ത്യാനിക്ക് മുന്നോട്ട് വെക്കുന്ന, ബൈബിളിന്റെ ദൈവശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ദൈവിക സങ്കല്പം എന്താണ് നിങ്ങൾ തിരിച്ചറിയണം. ഈ ദൈവം മാറാത്ത ദൈവമാണ്. അതാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ സ്വഭാവം, ആ ദൈവം സൃഷ്ടാവാണ്, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവാണ്, അത് കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. അതാണ് ദൈവം. അടുത്ത പോയിന്റ് 25-ാം വാക്യം, സൃഷ്ടിക്കുന്നവൻ മാത്രമല്ല, ആ ദൈവം സൃഷ്ടിച്ചതിനെ മുഴുവൻ പരിപാലിക്കുന്നവൻ കൂടാണ്. സാർവത്രികമായ പരിപാലനം. 25-ാം വാക്യം അതും തുറന്നു വെച്ച് നോക്കിയാൽ വേഗം മനസ്സിലാവും ആ ഭാഗം കൂടി. സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ചതിനെ പരിപാലിക്കുന്നു. എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവൻ, ജീവനും ശ്വാസവും ആഹാരം കൊടുക്കുന്നവൻ. ഇന്ന് രാത്രി ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, കഴിച്ച ആഹാരത്തിന് എനർജി കൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ഇന്ന് രാത്രി നിന്റെ നെഞ്ചിടിപ്പിന്റെ കാരണം, ശ്വാസമിടിപ്പിന്റെ കാരണം, നാടിയിടിപ്പിന്റെ കാരണം ദൈവമാണ്. ആഹാരം നൽകുന്നവൻ ദൈവം. ചെറിയ കുരുകില് മുതൽ നീലത്തിമിംഗലം വരെയുള്ള സകലമാന ജന്തുക്കൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവം, ശ്വാസം കൊടുക്കുന്ന ദൈവം,
ജീവൻ കൊടുക്കുന്ന ദൈവം. ഞെളിയരുത്, അഹങ്കരിക്കരുത് കേട്ടോ. കഴിഞ്ഞ ഈ അടുത്തിടെ നമ്മൾ കണ്ട ഏറ്റവും വലിയ ശവമടക്ക് എലിസബത്ത് രാജ്ഞിയുടെയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തെമ്പാട് കോളനികൾ സ്ഥാപിച്ചു. ഫ്രാൻസിലെ ലൂയി 14 ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭരിച്ച വ്യക്തിയാണ് എലിസബത്ത് രാജ്ഞി. ലോകത്തിലെ 30 രാജ്യങ്ങളിൽ അവിടെ മുഖമുള്ള സ്റ്റാമ്പുണ്ട്. പാസ്പോർട്ടില്ലാതെ ലോകത്തെമ്പാട് സഞ്ചരിക്കാൻ എലിസബത്ത് രാജ്ഞിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ല. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാൻ ആർക്കും അധികാരമില്ല. ഇംഗ്ലണ്ടിലെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട്. അതാണ് എലിസബത്ത് രാജ്ഞി എന്ന് പറയുന്നത്. അപ്പുറയ്ക്ക് അധികാരം അവർക്കുണ്ട്. പക്ഷേ ചില മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷം, മരണമെന്ന മഹാസത്യത്തിന് മുമ്പ് അവർ കീഴടങ്ങിയപ്പോൾ, ഋതുഭേദങ്ങളുടെ അവർ വിട പറഞ്ഞപ്പോൾ, അടയാഭരണങ്ങളും അധികാര ചിഹ്നങ്ങളും വില അഴിച്ചു മാറ്റി മണ്ണോട് ചേർന്നപ്പോൾ ബാക്കി വെച്ചത് ഓർമ്മകൾ മാത്രമാണ്. ഇന്ന് രാത്രി വെള്ളനാട് നിവാസി തിരിച്ചറിയണം. ഞെളിയരുത്, അഹങ്കരിക്കരുത്. നിന്റെ പണം കൊണ്ട്, നിന്റെ വീട് കൊണ്ട്, നിന്റെ കാറ് കൊണ്ട്, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട്, നിന്റെ ആരോഗ്യം കൊണ്ട് ഇന്ന് രാത്രി ഞെളിയരുത്. പ്രസംഗിക്കുന്ന എനിക്ക് ഇരിക്കാമെന്ന് ആർക്കറിയാം? ഇവിടെ ഇരിക്കുന്ന നീ എഴുന്നേക്കുമെന്ന് ഗ്യാരണ്ടി ആർക്കറിയാം? ഇന്ന് രാത്രി അഹങ്കരിക്കരുത്. ഇന്ന് രാത്രി ശ്വാസം നൽകിയവൻ ദൈവമാണ്, ജീവൻ നൽകിയ ദൈവമാണ്, ആഹാരം നൽകുന്നവൻ ദൈവമാണ്. ആ ദൈവത്തെ നീ ഭയപ്പെടണം. ആ ദൈവത്തെ നീ വിശ്വസിക്കണം. ഉരുക്ക് പല്ല് കൊണ്ട് ഉലകം ചവച്ചരച്ച എത്രയോ മഹാമല്ലന്മാരുണ്ടായിരുന്നു. എന്തി അവരൊക്കെ? ഹിറ്റ്ലർ, കാർൽ മാർക്സ്, ഏബ്രഹാം ലിങ്കൻ, ജോൺ എഫ് കെന്നഡി, എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. മുസോളിനിയുടെ ശവശരീരം ദിവസങ്ങളാണ് തൂക്കുമരത്തിൽ തൂങ്ങിയാടിയത്. ലോകത്തെ കീഴടവിറപ്പിച്ച ആളാണ് ഹിറ്റ്ലർ. എന്നാൽ അവസാനം പട്ടാളത്തെ പേടിച്ച് ബങ്കറിനുള്ളിൽ കയറി കാമുകിയോടൊപ്പം വായിലേക്ക് റിവാൾവർ തിരികെ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. വർഷങ്ങൾ പ്രണയിച്ചെങ്കിലും മരിക്കുന്നതിന് തലേദിവസമാണ് അവർ കല്യാണം കഴിച്ചത്. പിറ്റേ ദിവസം ഒരു ആത്മഹത്യ ചെയ്തു. ഇതാണ് ഹിറ്റ്ലർ ചെയ്തത്. മുസോളിനിയുടെ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെപ്പോളിയൻ എന്താണ് അവസാനം സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ഇന്ന് രാത്രി ആരും അഹങ്കരിക്കല് കേട്ടോ. മസിൽ പെരുപ്പിച്ച് കാണിക്കല്ലേ, അഹങ്കരിക്കരുത്. ദൈവമാണ് നിനക്ക് ജീവൻ നൽകുന്നത്, ദൈവമാണ് നിനക്ക് ആഹാരം നൽകുന്നത്, ദൈവമാണ് നിനക്ക് ശ്വാസം നൽകുന്നത്. സൃഷ്ടാവ് മാത്രമല്ല ഈ ദൈവം പരിപാലിക്കുന്നവൻ കൂടിയാണ്. അടുത്ത ഈ ദൈവത്തിന്റെ സ്വഭാവം പൗലോസ് പറയുന്നു. ഈ ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തിന് വല്ലതിനും മുട്ടുള്ളവനല്ല. ദൈവത്തിന് വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തന്നിൽ തന്നെ തികഞ്ഞവനാണ്. മനസ്സിലായോ? അത് ഒത്തിരി ദൈവശാസ്ത്രം വിശദീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്ലറോമ, വോൾനസ്, ഫുൾനസ്, തികഞ്ഞവനാണ്. തന്നിൽ തന്നെ എല്ലാം സാധിക്കാൻ കഴിയും. സർവശക്തനാണ്. ആ ദൈവത്തിന് വല്ലതിനും മുട്ടുള്ളവനായതുകൊണ്ട് മാനുഷികമായ ശുശ്രൂഷകൾ ആവശ്യപ്പെടുന്നില്ല. ഈ ദൈവം സർവശക്തനായതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ പണം വേണ്ടെന്ന്. നിനക്ക് പണം തന്നത് ദൈവമാണ്, ആരോഗ്യം തന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവം സർവശക്തനായതുകൊണ്ട് നിന്റെ ഉപദാനങ്ങളും ഉപചാരങ്ങളും ഉപകാരങ്ങളും ഉൽപ്പന്നങ്ങളും ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ട. ഇന്ന് രാത്രി വെള്ളനാട് ദേശത്തോട് പറയുന്നു, നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്ക്. അകം മുറിഞ്ഞ് ഗദ്ഗതത്തോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, യേശുവേ. ഒന്ന് വിളിക്ക്, യേശുവേ. ഇന്ന് രാത്രി ഒന്ന് വിളിക്ക്, യേശുവേ. ദൈവമേ എന്ന് വിളിക്ക്. ആ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. ആളത്വത്തെ അന്തരംഗത്തിൽ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി തയ്യാറാകും. സ്തോത്രം. നിങ്ങളുടെ പണം ദൈവത്തിന് വേണ്ട, നിങ്ങളുടെ പണം ദൈവത്തിന് വേണ്ട. ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. തർക്കത്തിന് വേണ്ടി വേണമെന്നിരിക്കട്ടെ. 50-ാം സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. എനിക്ക് വിശന്നാൽ നിന്നോട് പറയുമോ? കാളയുടെ ഇറച്ചി എനിക്ക് വേണോ? കോഴിയുടെ ഇറച്ചി എനിക്ക് വേണോ? അഥവാ വേണമെങ്കിൽ നിന്നോട് ചോദിക്കേണ്ട. കാട്ടിലെ മൃഗം എൻ്റേതാണ്, കാട്ടിലെ കോഴിയെല്ലാം എൻ്റേതാണ്. നിന്റെ കോഴി വേണ്ട. ഈ പർവ്വതങ്ങളിലെ പറവകൾ എൻ്റേതാണ്, കാട്ടിലെ ജന്തുക്കൾ എൻ്റേതാണ്. അഥവാ വിശന്നാൽ നിന്റേത് എനിക്ക് വേണ്ട. ഇതെല്ലാം എൻ്റേതാണ്. അതുകൊണ്ട് നിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും ഇന്ന് രാത്രി എനിക്ക് വേണ്ട. ഇന്ന് രാത്രി ചെറുപ്പക്കാരെ, ഇന്ന് രാത്രി ശ്രോതാക്കളെ, നിന്റെ ഹൃദയം യേശുവിന് മതി, നിന്റെ ജീവിതം യേശുവിന് മതി, നിന്റെ സമർപ്പണം മാത്രം യേശുവിന് മതി. നിങ്ങളുടെ പണം ദൈവത്തിന് വേണ്ട. എന്തിനാണ് ദൈവത്തിന് പണം? ദൈവം തന്നതാണ് ഇതെല്ലാം. ഓണർഷിപ്പ് ദൈവത്തിനും സ്റ്റുവേർഡ്ഷിപ്പ് നമുക്കുമാണ്. ദൈവം ഉടമസ്ഥന്, നമ്മൾ കാര്യസ്ഥനാണ്.
നമ്മൾ കൈകാര്യം ചെയ്യാൻ തന്നവരാണ് നമ്മൾ. ഗ്രഹവിചാരകന്മാരെന്ന് ബൈബിളിൽ പറയും. അതിൽ നമ്മൾ വിശ്വസ്തരാകണമെന്ന് മാത്രം. നമ്മുടേതല്ല ഇത്. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു. 7000 ആട്, 3000 ഒട്ടവും, 500 കാളയും, 500 പെൺകഴുതയും, 10 മക്കളുമുള്ള ഒരു മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടവൾ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ചോദിച്ചാൽ ഉണ്ടാക്കിയതൊക്കെ ആർക്ക് വേണ്ടിയാകും? ഇന്ന് രാത്രി നീ മരിച്ചുപോയാൽ നിന്റെ ബാങ്ക് അക്കൗണ്ട്, നിന്റെ 2 നില, നിന്റെ കാറ്, നിന്റെ ആരോഗ്യം ആർക്ക് വേണ്ടിയാകും? ഇന്ന് രാത്രി നീ കിടന്നുറങ്ങി നേരം വെളുക്കാൻ നീ കഴിയാതെ ചത്തു മരച്ചു പോയാൽ ആർക്ക് വേണ്ടിയൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്ക്. നിങ്ങളുടെ മരണത്തിനും നിങ്ങളുടെ ജീവനുമിടയിൽ ഈ പ്രസംഗത്തിന്റെ അകരം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മരണത്തിനും നിങ്ങളുടെ ജീവനുമിടയിൽ ഈ പാട്ടിന്റെ അകരം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മരണത്തിനും നിങ്ങളുടെ ജീവനുമിടയിൽ ഞങ്ങൾ തരുന്നൊരു ട്രാക്റ്റിന്റെ അകരം മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിയണം. ഒരു പോസ്റ്റ്മാൻ കൊണ്ടു കൊടുക്കുന്ന അവസാനത്തെ കത്ത് പോലെ ഞങ്ങൾ ഇത് പറയുന്നത്. ഓരോ പ്രസംഗവും അവസാനത്തെ കേൾവിയായിട്ട് കേട്ടോണം. ഇനി ഒരു പ്രസംഗം കേട്ടു വരില്ല കേട്ടോ. അന്ത്യശാസനം പോലെയാണ് ഈ നാടിനോട് പറയുന്നത്. ഇവിടെ പറഞ്ഞ പോലെ മിച്ചം വന്ന പണം അടിച്ചു തീർക്കാനല്ല ഈ യോഗം. കടം വാങ്ങിച്ചും പിരിച്ചെടുത്തും പാവപ്പെട്ടവരായ സാധാരണക്കാരായ ആൾക്കാർ, തൊഴിലുറപ്പിന് പോകുന്നവർ മുതൽ വീട്ടുപണിക്ക് പോകുന്നവർ വരെ ഇടുന്ന ഈ 5 പൈസ കൊണ്ട് 10 പൈസ കൊണ്ട് ഈ യോഗം നടത്തിയത് പ്രിയമുള്ളവർ ഏതോ വരുമാനം കൊണ്ടല്ല. നീ മാനസാന്തരപ്പെടണം. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. വെള്ളനാട് ദേശം അനുഗ്രഹിക്കപ്പെടണം. ഈ നാടിന് വികസനം ഉണ്ടാകണം. ഈ കുടുംബങ്ങളിൽ വികസനം ഉണ്ടാകണം. കള്ളു കുടിക്കാത്ത വീടുകൾ, മദ്യപാനമില്ലാത്ത ഈ നാട്, മദ്യപിക്കാത്ത ക്യാമ്പസ്, മദ്യവിമുക്തമായൊരു നാട്, എല്ലാവരും സമാധാനപരമായി ജീവിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ യോഗം. അതിനുവേണ്ടിയാണ് ഈ യോഗം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ ശ്രമകരമായ ബാധ്യതയാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഈ യോഗത്തോട് സാധാത്മകമായി ഈ നാട് പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. വളരെ പോസിറ്റീവായി യോഗങ്ങളോട് നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളുടെ മാനസാന്തരം സഭ ആഗ്രഹിക്കുന്നു. ഈ യോഗം ആഗ്രഹിക്കുന്നത് നിങ്ങൾ മദ്യപാനം ഉപേക്ഷിക്കണമെന്നാണ്, നിങ്ങൾ സൗഖ്യമാക്കണമെന്നാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്, നിങ്ങളുടെ കുടുംബത്തെ കഞ്ഞി വെക്കണമെന്നാണ്, നിങ്ങളുടെ കുടുംബത്ത് സമാധാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവം പരിപാലിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളുടെ ഒന്നും വേണ്ട. ഇഷ്ടം പോലെ പണം നമുക്ക് തരുന്ന ദൈവത്തിനെതിനാണ് ഈ പണം. പണം കൊണ്ട് ദൈവം എന്തെടുക്കാനാ? ദൈവത്തിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? പല രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. മനസ്സിലായി? ഈ ഭൂമി ഒഴിച്ച് ചുമ്മാ ഓസിട്ടാണ് എണ്ണ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഭൂമിക്കടിയിലൂടെ എണ്ണക്കടലാണ് ദൈവം ഒഴുകുന്നത്. സ്തോത്രം. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ഇടിമിന്നലെ സൃഷ്ടിക്കുന്ന ദൈവം, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട ദൈവം, സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ കൈക്കൊള്ളി കൊള്ളിക്കുന്നവനായ ദൈവം, നക്ഷത്രങ്ങളെ മാലയായി കോർത്ത് കഴുത്തിലണിയുന്ന ദൈവം, ഭൂമിയിലെ പൂഴിയെ മുഴുവൻ തൻ്റെ കൈക്കുള്ളി കൊള്ളിക്കുന്ന ദൈവം, എല്ലാറ്റിനും വൃത്തം വരച്ച ദൈവം, ആ സർവശക്തനായ ദൈവത്തിന് നിന്റെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് രാത്രി നെടുമ്പാടി വീണ് ദൈവമേ, ഞാൻ ഭാവിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചത്. അങ്ങയുടെ പ്രായശ്ചിത്തമാണ് എനിക്ക് വേണ്ടിയാണ്, അങ്ങയുടെ മരണത്തിന് ഞാനാണ് കാരണക്കാരൻ അന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ, ഈ ക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവും ഏക മധ്യസ്ഥനുമായി ഇന്ന് രാത്രി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതിന് വില കൊടുക്കേണ്ട മതവും ശാസ്ത്രമിസങ്ങളും ഇതിഹാസങ്ങളും പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് ജപം വേണ്ട, തപം വേണ്ട, മന്ത്രങ്ങൾ വേണ്ട, തന്ത്രങ്ങൾ വേണ്ട, കർമ്മകാണ്ഡങ്ങൾ വേണ്ട. പ്രിയമുള്ളവരെ, ആടുകളുടെ രക്തം ആറുപോലെ ഒഴുകി യഹൂദന്റെ ബലിപീഠങ്ങളിൽ, കാളകളുടെ രക്തം കായല് പോലെ ഒഴുകി യഹൂദന്റെ യാഗവേദികളിൽ ഒരിറ്റ് പാപം പോലും പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ചങ്ക് വളർന്ന് മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യേശു ഒഴുക്കിയ രക്തം വെള്ളനാട് ദേശമേ നിന്റെ പാപത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രിയായ യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കണം. ആ ദൈവം മാനുഷികമായ ശുശ്രൂഷകൾ ആവശ്യപ്പെടുന്നില്ല. അടുത്ത പോയിന്റ് പൗലോസിന്റെ പ്രസംഗം 26-ാം വാക്യം. മനുഷ്യർക്കെല്ലാം ഒരു പൊതു പൂർവികൻ. കണ്ടോ? വേറെ വിഷയത്തിലേക്ക് വരികയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞു. അടുത്തത് ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനവികതയാണ്. ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് അടുത്തതായി പൗലോസ് പറയുന്നു. ബൈബിളിന്റെ നരവംശാസ്ത്രം, ആന്ത്രപ്പോളജി, മെയ്ഡ് ബൈ ഔട്ട് ഓഫ് വൺ ബ്ലഡ്,
ഒരു രക്തത്തിൽ നിന്നാണ് സകല മനുഷ്യരെയും ഉളവാക്കിയത്. ഈ നാടിനോട് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-ാം വാക്യത്തെ ബദൽ അവതരിപ്പിക്കാൻ ഒരു പ്രത്യശാസ്ത്രം ഈ ലോകത്തുണ്ടോ? ഒരു ദർശനം ഈ ലോകത്തുണ്ടോ? ആസ്ട്രോയിഡും പ്രോട്ടോ ആസ്ട്രോയിഡും നീഗ്രോയിഡും ദ്രവീഡിയൻസും ആര്യൻസുമായി ലോകത്തിലെ 800 കോടി ജനതയും അങ്ങനെ ജാതിയുടെയും ഉപജാതിയുടെയും പേര് വേർതിരിച്ചിരിക്കുന്ന ലോകത്ത് ഇന്ന് രാത്രി പറയുന്നു, എല്ലാവരും ഒരു രക്തത്തിന് ഉളവായി എന്ന് പറയുന്ന ഏക പുസ്തകം ബൈബിളാണ്. ബൈബിളാണത് പറഞ്ഞത്. എല്ലാവരും ഒരു രക്തത്തിൽ നിന്നും. വെള്ളനാടുകാരോട് ഞങ്ങൾക്ക് രക്തബന്ധമുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണെന്നറിയാമോ? ബൈബിൾ വായിച്ചപ്പോഴാണ്. മെയ്ഡ് ബൈ ഔട്ട് ഓഫ് വൺ ബ്ലഡ്. ഒരു രക്തത്തുള്ളിൽ നിന്നാണ് 800 കോടി ജനതയും ഉണ്ടാക്കിയത്. സകല മനുഷ്യർക്ക് പൊതുപൂർവികൻ ഒരാൾ. വസ്തുത എങ്ങനായിരിക്കും? ജാതിയുടെയും മതത്തിന്റെ ഉപജാതിയുടെ പേര് മനുഷ്യൻ വിഭജിക്കപ്പെട്ടു. അതാണ് ബൈബിൾ മാനവികതയുടെ സന്ദേശമായി മാറിയത്. എന്തുകൊണ്ടാണ് ലോകത്തെമ്പാടും ബൈബിൾ എത്തപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തുല്യത, ഇക്വാളിറ്റി, മാനവികത, മനുഷ്യാവകാശം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം ഇതെല്ലാം എന്തുകൊണ്ടാണ് മുഴുകിക്കേൾക്കുന്നത്? ബൈബിളിന്റെ മാനവികതയുടെ സന്ദേശം അതാണ്. പച്ച മനുഷ്യനെ ചുട്ടിൽ നിന്ന് ആഫ്രിക്കയിലെത്തി ബൈബിൾ. പ്രിയമുള്ളവരെ, ബൈബിൾ അവിടെ എത്തി. അവിടുത്തെ മനുഷ്യനെ എന്താക്കി മാറ്റി? മനുഷ്യനാക്കി മാറ്റി. ആഫ്രിക്കയിൽ വനാന്തരങ്ങളിൽ അമേരിക്കയിലെത്തി. ഇന്നത്തെ അമേരിക്കയല്ല കേട്ടോ, മായൻ സംസ്കാരം നിലനിന്ന പഴയ അമേരിക്ക. ആ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക ശാസ്ത്രപടുവാക്കി മാറ്റിയത് ബൈബിൾ അവിടെ എത്തിയത് കൊണ്ടാണ്. ബൈബിൾ ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി. 19-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതി മുതൽ കേരളത്തിലെ സാമൂഹിക ചരിത്രം എങ്ങനെയായിരുന്നു നിങ്ങൾ തിരിച്ചറിയണം. 100 കൊല്ലം മുമ്പ് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു? കേരളം. 100 കൊല്ലം മുമ്പ് തിരുവനന്തപുരം ജില്ല നെടുമങ്ങാട് വെള്ളനാട് എങ്ങനെയായിരുന്നു നിങ്ങൾ തിരിച്ചറിയണം. ഈ റോഡുടെ കാളയ്ക്കും കഴുതിക്കും പോകാൻ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പൊതുക്കിണറ്റിലെ വെള്ളം നായ്ക്കും നരിക്കും കുടിക്കാൻ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. ആരോഹണ ക്രമത്തിൽ ആധരിക്കപ്പെടുകയും അവരോഹണ ക്രമത്തിൽ ആധരിക്കപ്പെടുകയും ചെയ്യുന്ന അറിവിന്തിരിപ്പിൻ ജാതി വ്യവസ്ഥ. പട്ടിക്കും പൂച്ചയ്ക്കും അങ്ങനെ പാമ്പിനും പഴുതാരിക്കും പുൽക്കൊടിക്കും പൂമ്പാറ്റയ്ക്കും ഒരു സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ വെള്ളവസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തവന്റെ നാട്, വഴി നടക്കാൻ അനുവാദമില്ലാത്തവന്റെ നാട്, കുട പിടിക്കാനും ചെരിപ്പിടാനും അനുവാദമില്ലാത്തവന്റെ നാട്, കണ്ണൻ ചിരട്ടി കഞ്ഞു കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ ജീവിതം അതായിരുന്നു ഈ നാട്. 100 കൊല്ലം മുമ്പേ നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു. ഇന്ന് കാണുന്ന ആധുനിക ജനാധിപത്യത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം, ഇന്ന് കാണുന്ന ആധുനിക ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യവും ഇന്ന് നമ്മുടെ നാട്ടിലില്ലായിരുന്നു 100 കൊല്ലം മുമ്പ്. പി ഭാസ്കരനുടെ പുസ്തകമുണ്ട്, 19-ാം നൂറ്റാണ്ടിലെ കേരളം. പി ഭാസ്കരൻ ഉണ്ണി. പി കെ ബാലകൃഷ്ണന്റെ പുസ്തകം കേരള ചരിത്രവും ജാതി വ്യവസ്ഥയും. പി സുശീലയുടെ പുസ്തകം പ്രാചീന കേരളവും ജാതി വ്യവസ്ഥയും. ഡോക്ടർ സുഗതന്റെ പുസ്തകം ബുദ്ധമതവും ജാതി വ്യവസ്ഥയും. ഡോക്ടർ രാമനോഹർ ലോകയുടെ പുസ്തകം ജാതി വ്യവസ്ഥ. നിങ്ങൾ വായിച്ചു നോക്കണം നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേര് ഒരാളെ തല്ലിക്കൊന്നത്. ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേര് നമ്മുടെ നാട്ടിൽ ഒരാളെ തല്ലിക്കൊന്നു. അമ്മ പറഞ്ഞു ശിവരാമനോട് ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാൻ. ശിവരാമൻ ചെന്ന് കടയിൽ പറഞ്ഞു, അമ്മ പറഞ്ഞു വിട്ടതാണ് ഉപ്പ് വേണം. കടയുടമ്മ ശിവരാമനെ തല്ലിക്കൊന്നു. പി ഭാസ്കരനുണ്ടി 19-ാം നൂറ്റാണ്ടിലെ കേരളത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേര് ഒരാളെ തല്ലിക്കൊന്ന നാടാണ് കേരളം. നിങ്ങൾ തിരിച്ചറിയണം. അവിടെ നിന്നാണ് നമ്മുടെ നാട് ആധുനികവൽക്കരിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് നമ്മുടെ നാട് സാമൂഹിക പരിവർത്തനത്തിന്റെ വഴിയിലേക്ക് വന്നത്. ആ സാമൂഹിക പരിവർത്തനത്തിന്, ആ നവോത്ഥാനത്തിന് ഈ നാടിനെ ആധുനികവൽക്കരിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ബൈബിളാണ്. നിങ്ങൾ തിരിച്ചറിയണം, ബൈബിളാണ്. 1806 തിരുനെൽവേലി മുതൽ ഏനാത്ത് പാലം വരെ ലണ്ടൻ മിഷണറിമാർ ബൗണ്ടറി ഉണ്ടായിരുന്നേ. 1816 ഏനാത്ത് പാലം, അടൂർ ഏനാത്ത് പാലം മുതൽ അങ്ങ് ഭാരതപ്പുഴ വരെ CMS മിഷണറിമാർ. 1836 ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെ BMS മിഷണറിമാർ, ലൂതർ മിഷണറിമാർ, സാൽവേഷാർമിയുടെ മിഷണറിമാർ, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ, ജെസ്യൂട്ട് പുരോഹിതന്മാർ ഈ നാട്ടിൽ നടുകയും കുറുകയും നടന്നു. ചാൾസ് മീഡും വില്യം തോവിയാസും തോമസ് നോട്ടലും വേക്സ്വർത്തും അതുപോലെ തന്നെ ഹെൻറി ബേക്കറും വില്യം കേറിയുമെല്ലാം ഈ നാട്ടിലൂടെ നടന്നു. ഈ നാടിന് വ്യത്യാസമുണ്ടായത്, ഈ നാടിനെ രൂപപ്പെടുത്തിയത്, ഈ നാടിനെ സാമൂഹികമായി പരിഷ്കരിച്ചത്, നാടിനെ ആധുനികവൽക്കരിച്ചത് ബൈബിളാണ്. ബൈബിളിന്റെ മലയാള പരിഭാഷയാണ്. അതിൻ്റെ പേരാണ് നവോത്ഥാനം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വെളിച്ചം, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധത, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെന്റ്, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അച്ചടി. ഇതിന്റെ പേരൊക്കെയാണ് നവോത്ഥാനം. അതെങ്ങനെയാണ് വന്നത്? 1917
ഈ ഊരുട്ടമ്പല സ്കൂളിൽ പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കയറി. ആ സ്കൂളിന് പേര് മാറ്റി ഈ സർക്കാർ അയ്യങ്കാളി പഞ്ചമി സ്കൂൾ എന്നാണ്. പെൺകുട്ടികൾക്ക് സ്കൂളിൽ കയറാൻ അനുവാദമില്ലായിരുന്നു നാട്ടിൽ. ഊരുട്ടമ്പലത്ത് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലുണ്ടായി തിരുവല്ല വെണ്ണിക്കുളത്ത് പുല്ലാട് 4 കുട്ടികൾ കയറിയതിന്റെ പേരിൽ ആ സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു. പുല്ലാട് സ്കൂൾ അറിയപ്പെടുന്നത് ഇപ്പോഴും തീ വെച്ച സ്കൂൾ എന്നാണ്. ഒരു പെൺകുട്ടി കയറിയതിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് സ്കൂളിൽ കയറാൻ അനുവാദമില്ലാത്ത നാട്. അയിത്ത ജാതിക്കാരായ 4 കുട്ടികൾ കയറിയതിന്റെ പേരിൽ തിരുവല്ലയിൽ അതുണ്ടായി. തിരുവല്ല സ്കൂളിൽ കയറിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരാൾ ബോധം കെട്ടു വീണു. കാരണം പിള്ളേർ സ്കൂളിൽ കയറിയെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യ, ഒരച്ചായം ബോധം കെട്ടുപോയി. 4 കുഞ്ഞുങ്ങൾ വിട്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ 4 പയ്യന്മാർ. ഒരു പയ്യന്റെ പേര് തേവനെന്നാണ്. പിന്നീട് പേരൊക്കെ മാറി. കേശവൻ ശാസ്ത്രി അവൻ പഠിച്ചങ്ങ് മിടുക്കനായി. കാലം നമ്മുടെ കണക്ക് ചോദിക്കും കേട്ടോ, മനസ്സിലാക്കിക്കോണം. ആ പയ്യൻ പഠിച്ചങ്ങ് മിടുക്കനായി. കേശവൻ ശാസ്ത്രി തിരുവിതാംകൂറിന്റെ സ്പീക്കറായി മാറി. കേശവൻ ശാസ്ത്രി ആരാണെന്നറിയാമോ? പറ. കേശവൻ ശാസ്ത്രി ആരാണ് സ്പീക്കറായിട്ട് മാറി തിരുവിതാംകൂറിന്റെ? അയ്യങ്കാളിയുടെ ഏക മകൾ തങ്കമ്മയെ വിവാഹം കഴിച്ച കേശവൻ ശാസ്ത്രി. കാലം കണക്ക് ചോദിക്കും കേട്ടോ. പാവപ്പെട്ടവർ സ്കൂളിൽ പോലും കയറാൻ അനുവാദമില്ലാത്ത നാടായിരുന്നു ഇത്. അങ്ങനെ ഉള്ളപ്പോഴാണ് തിരുവനന്തപുരത്തും തിരുനെൽവേലിയിലും ചാസ്മീടും വേദമാണിക്കും വില്യം തോബിയാസും സ്കൂൾ സ്ഥാപിച്ചത്. കോട്ടയത്ത് ബേക്കർ സാഹിബിന്റെ ഭാര്യ പെൺകുട്ടികളുടെ സ്കൂൾ സ്ഥാപിച്ചത്. എൻ്റെ നാട്ടിൽ ആലപ്പുഴയും ഈ തോമസ് അതുപോലെ സ്കൂൾ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ തുകലശ്ശേരി, തിരുവല്ലയിലേക്ക് പോകുമ്പോൾ തുകലശ്ശേരിയിൽ ദളിതർക്ക് മാത്രം സ്കൂള്, മല്ലപ്പള്ളിയിൽ അടിമകൾക്ക് മാത്രം സ്കൂള്. അങ്ങനെ നാട് മുഴുവൻ ലണ്ടൻ മിഷണറിമാർ, CMS മിഷണറിമാർ, ബാസൽ മിഷണറിമാർ സ്കൂൾ സ്ഥാപിച്ചു കേട്ടോ. ബൈബിൾ എന്ത് ചെയ്തു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? ബൈബിൾ എന്ത് ചെയ്തു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഈ നാടിന് വ്യത്യാസമുണ്ടാക്കി. പള്ളിക്കൂടങ്ങൾ ഇവിടെ ഉണ്ടായി, വിദ്യാഭ്യാസം ഉണ്ടായി, ആശുപത്രികൾ ഉണ്ടായി. നിങ്ങൾക്കറിയാമോ, കുഷ്ഠരോഗത്തിന് ചികിത്സയില്ല. കുഷ്ഠരോഗം വന്നാൽ തീ വെച്ച് നശിപ്പിക്കും, ജീവനോട് കുഴിച്ചിടും, പായിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലും ഉപേക്ഷിക്കും. ചികിത്സയില്ല. ആദ്യമായി കുഷ്ഠരോഗി ആശുപത്രി ഉണ്ടാക്കിയത് സാൽവേഷൻ ആർമി മിഷണറിമാരാണ്. വില്യം ബൂത്ത് തിരുവല്ല വരെ വന്നു. കാട്ടക്കടയിലും കങ്ങടയിലും വരിക്കോരിയിലും പുത്തൻകുരിശും ആദ്യമായി ലെപ്രസി സെന്റർ സ്ഥാപിച്ചത് സാൽവേഷൻ ആർമി മിഷണറിമാരാണ്. ലൂതർ മിഷണറിമാർ ആദ്യം വന്നത് കുറ്റിച്ചെല്ലാണ്. കുറ്റിച്ചൽ ആദ്യമായി സ്ഥാപിച്ച ആ പള്ളിക്ക് ഇപ്പൊ 200 വർഷമുണ്ട്. പ്രിയമുള്ളവരെ, ലൂതർ മിഷണറിമാർ വന്നു. അങ്ങനെ ലണ്ടൻ മിഷണറിമാർ വന്നു, പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി കേട്ടോ. ബൈബിൾ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ചരിത്രമാണ്. ബൈബിൾ മനുഷ്യാവകാശത്തിന്റെ പ്രകടന പത്രികയാണ്. അതുകൊണ്ടാണ് ബൈബിൾ എത്തപ്പെടുന്നിടത്തെല്ലാം വെളിച്ചമുണ്ടാകുന്നത്. ഞങ്ങളുടെ വീടുകളിൽ വെളിച്ചമുണ്ടായത്. അന്ധകാരത്തിന്റെ മാറാലകളെ തുടച്ചു മാറ്റി വീടുകളിലും കോളനികളിലും വെളിച്ചം കൊണ്ടുവന്നത്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അത് സുവിശേഷമാണ്. ജാതികളുടെ ഗലീലയിൽ ഞാൻ മഹത്വം വരുത്തി. സ്തോത്രം. ഈ സുവിശേഷമാണ് വെളിച്ചം കൊണ്ടുവന്നത്. അങ്ങനെ വിദ്യാഭ്യാസം, അടിമയുടെ മോചനം. നിങ്ങൾക്കറിയാമല്ലോ, മൺട്രോത്തുരുത്തും CMS കോളേജും CMSകാർക്ക് കൊടുത്തതാണ്. മൺട്രോത്തുരുത്തിലെ അടിമകളെയാണ് ആദ്യം വിമോചിപ്പിച്ചത്. ബെഞ്ചമിൻ ബെയിലും ജോസഫ് പീറ്റും കൂടെ ചേർന്ന് അടിമകളെ വിമോചിപ്പിച്ചു. ജാതിയെ അതിന്റെ മൂർത്ത സാഹചര്യം അഭിസംബോധന ചെയ്തു. ഐക്യത്തിനെതിരെ, മന്ത്രവാദത്തിനെതിരെ, എല്ലാ തരത്തിലുള്ള ഘടനാപരമായ അസമത്വങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു മിഷണറിമാർ ഈ നാട്ടിൽ. അവർ ക്രൈസ്തവരെ സംരക്ഷിക്കാനല്ല വന്നത്, അവർ മനുഷ്യർക്ക് വേണ്ടിയാണ് വന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടി, സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, പാവപ്പെട്ടവന് യാത്ര ചെയ്യാൻ അനുവാദമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ കൺവെൻഷൻ അത് പറഞ്ഞു. മാവേലിക്കരയിൽ പണമുള്ള ഒരു ഈഴവനുണ്ടായിരുന്നു, ആലിമൂട്ടിൽ ചാന്നാൻ. അറിയണമെങ്കിൽ നിങ്ങൾ C. കേശവന്റെ ആത്മകഥ വായിക്കണം, ജീവിത സമരം. അതിനകത്ത് 110 കരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തലയ്ക്ക് കരം, പനയ്ക്ക് കരം, ഏണിക്ക് കരം, പറയാൻ കൊള്ളാത്ത കരം. ചില കരങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ രാത്രിയുടെ വിശുദ്ധി നഷ്ടപ്പെടും. അങ്ങനെയുള്ള കരങ്ങൾ 110 കരമുണ്ടായിരുന്നു. ആലപ്പുഴയിൽ AK ആന്റണിയുടെ വീടിനെ അടുത്ത് മനോരമ ജംഗ്ഷൻ പറഞ്ഞ ജംഗ്ഷനുണ്ട്. ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്ന അങ്ങേലിമുക്കെന്നാണ്. കരം പിരിക്കാൻ വേണ്ടി വന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് അരിവാള് കൊണ്ട് സ്വന്തം മാരുടെ മെലയ്ക്കകത്ത് മുറിച്ചു കൊടുത്ത നങ്ങേരുടെ ചരിത്രമുണ്ട്. അങ്ങനെ ഒരു കരമുണ്ടായിരുന്നു ഈ നാട്ടിൽ കേട്ടോ. വൃത്തികെട്ട എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും നിലനിന്നിരുന്ന നാടായിരുന്നു ഈ നാട്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള ഏറ്റവും അപമാനിക്കപ്പെട്ടവരാരാണ്? സ്ത്രീകൾ. നിങ്ങൾ ചിന്തിക്കുന്നത് ദളിതരായ സ്ത്രീകൾ മാത്രമല്ല, എല്ലാ സ്ത്രീകളും അപമാനിക്കപ്പെട്ടു.
നമ്പൂതിരി സ്ത്രീകൾ, നിങ്ങൾ ആത്മകഥ വായിക്കണം, വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ, കണ്ണീരിങ്കിനാവും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതിന്റെ പ്രമേയം എന്താണ്? നമ്പൂതിരി സ്ത്രീകൾ അന്തർജനങ്ങൾ മറക്കൊട പിടിച്ച് അന്തർജനങ്ങൾ അന്തഃപുരത്തിനകത്ത് ജീവിച്ചിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്തവരായി. ഭർത്താവ് മരിച്ചാൽ അവർക്ക് വിധവമാരണം കേൾക്കും, രണ്ടാമത് വിവാഹമില്ല. അതിനെതിരെയാണ് വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് നമ്പൂതിരി മനുഷ്യനാകുക. നമ്പൂതിരി അന്തർജനങ്ങൾ അപമാനിക്കപ്പെട്ടു. എൻ്റെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് നായ സ്ത്രീകളാണ്. കാരണം ബ്രാഹ്മണന്റെ വീട്ടിൽ ഏറ്റവും മൂത്തവന് മാത്രം വേളി, ബാക്കിയുള്ളവർക്കെല്ലാം സംബന്ധത്തിന്റെ പേരിൽ എന്തൊരു അപമാനമാണ് അവർ അനുഭവിച്ചത്. നിങ്ങൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ വായിച്ചു നോക്കണം, നന്നായി വിശദീകരിക്കുന്നുണ്ട്. എടുത്തെറിയടാ കിണ്ടിയും വെള്ളവും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, വിശദമായി പറയുന്നുണ്ട്. ഈഴവ സ്ത്രീകൾ, നായർ സ്ത്രീകൾ, ദളിത് സ്ത്രീകളെല്ലാം ആഭരണം ഇട്ടുകൊണ്ട് ആൾ ഇരിപ്പുണ്ടല്ലോ. വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണാഭരണം ഇടാൻ അനുവാദമില്ലായിരുന്നു. കുപ്പിവള കൊണ്ട്, കല്ലുകൊണ്ട്, മരത്തിന്റെ കാതൽ കൊണ്ട് അവർ ആഭരണം ധരിച്ചിരുന്നു. അതാണ് കല്ലുമാല സമരം കൊല്ലത്ത് നടന്നിരുന്നു. മൂക്കുത്തിയിട്ടുണ്ട് ആളുകളുടെ ഇരിപ്പുണ്ട്. മൂക്കുത്തിയിടാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലായിരുന്നു. പന്തളത്ത് മൂക്കുത്തിയിട്ടുണ്ട് പോയ അമ്മയുടെ മൂക്കിന് വെട്ടി. അതിനെതിരെയുള്ള സമരമാണ് മൂക്കുത്തി സമരം. കായംകുളത്ത് ഏത്താപ്പ് സമരം. ഇതായിരുന്നു ഈ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ. തിരണ്ടുകുടി, പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട്, സ്മാർത്ഥ വിചാരം, ദേവദാസി സമ്പ്രദായം, പുലാപ്പേടി, മണ്ണാപ്പേടി, അങ്ങനെ ഇഷ്ടം പോലെ ദുർഗതികൾ അനുഭവിച്ച ഒരു ജനതയായിരുന്നു സ്ത്രീകൾ. അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായത് ഈ നാട്ടിൽ സുവിശേഷം എത്തിയത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മാറുമറയ്ക്കാൻ സമരം ചെയ്ത നാടിനെ കുറിച്ച്? നാടാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. 1822 മുതൽ 1859 വരെ തിരുവനന്തപുരത്തും മാല്യമ്പുരത്തും കൽക്കുളത്തും ഉരുട്ടമ്പലത്തും തിരുനെൽവേലിയും എല്ലാം വലിയ സമരമുണ്ടായി. നാടാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കണം, വിശദമായി വിശദീകരിക്കുന്നുണ്ട്. മതം മാറിയ നാടാ സ്ത്രീകൾ മാറുമറയ്ക്കണമെന്ന് മിഷണറിമാർ തീരുമാനിച്ചു. ചാൾസ് മീഡ് ലണ്ടൻ മിഷണറിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്ന് സാമൂഹിക വിവാഹം കഴിച്ച ഒരാളാണ്. ഈ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ച ഒരാളാണ് ചാൾസ് മീഡ്, മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജോൺ കോക്സ്, നമ്മുടെ സെമിനാരിയോടെ ഇരിക്കുന്നു, കണ്ണമൂല സെമിനാരി ഇരിക്കുന്ന ആ സ്ഥലത്ത് ജോൺ കോക്സ് ഇവിടുന്ന് വിവാഹം കഴിച്ച ആളാണ് അദ്ദേഹം. അത് മനസ്സിലാക്കണം. നാട്ടിൽ നിന്നൊരു സാമൂഹിക വിവാഹം കഴിച്ച ആളാണ് ലണ്ടൻ മിഷണറി ചാൾസ് മീഡ്. നാട്ടിൽ നിന്നൊരു നാടാറിവ് വിവാഹം കഴിച്ച മിഷണറിയാണ് ജോൺ കോക്സ് കണ്ണമൂലയിൽ. ചരിത്രം നിങ്ങൾ പഠിക്കണം. ഈ നാടിനെ പരിഷ്കരിക്കാൻ അവർ വന്നവരാണ്. നാടിനെ അവർ സ്നേഹിച്ചവരാണ്. അങ്ങനെ ചാൾസ് മീഡിനെ വില്യം തോബിയാസിന്റെയും മിഷണറിമാരുടെ ഭാര്യമാർ കൈകൊണ്ടുണ്ടാക്കിയ ബ്ലൗസും റൗക്കയും ജാക്കറ്റും ഇട്ടുകൊണ്ട് മതം മാറിയ നാടാസ്ത്രീകൾ റോഡിലൂടെ പോയി ഒരു സൂസി എന്ന് പറയുന്ന ഒരു യുവതിയുടെ ബ്ലൗസ് സവർണം വലിച്ചു കീറി. അതിനെതിരെ നടന്ന സമരമാണ് അപ്പർ ക്ലോത്ത് സ്ട്രഗിൾ, മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ കലാപം. ലോകത്തെ എവിടെയെങ്കിലും കേട്ടുണ്ടോ മാറുമറയ്ക്കാൻ സമരം ചെയ്ത നാട്? അനവധിയായ പള്ളികൾ തകർക്കപ്പെട്ടു. കപ്പേളകളിൽ അഭയം പ്രാപിച്ച അനവധി ആൾക്കാരെ കൊല ചെയ്തു. വലിയ തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ ഭാഗമായി 1829 ശ്രീ പത്മനാഭപുരം കോടതിയിൽ ലണ്ടൻ മിഷണറി ചാൾസ് മീഡ് കേസ് കൊടുത്തു. വിധി വന്നു. വിധിയുടെ ഭാഗമായിട്ടാണ് റാണി ഗൗരി ലക്ഷ്മി ഉത്തരവിട്ട ശേഷമാണ് നാടാ സ്ത്രീകൾ മാറുമറയ്ക്കാൻ തുടങ്ങിയത്. എന്നിട്ട് മുട്ടുനാടി അനുവദിച്ചില്ല. ബൈബിൾ എന്ത് ചെയ്തു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? നാടിന്റെ നവോത്ഥാന തുടക്കം കുറിച്ച് ലണ്ടൻ മിഷണറിമാരാണ്, CMS മിഷണറിമാരാണ്, ബാസൽ മിഷണറിമാരാണ്. ബാസൽ മിഷണറിമാരെ പഠനം നിങ്ങൾക്ക് കിട്ടിക്കാണത്തില്ല. അവരങ്ങ് ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെയാണ്. പഴയ ഓട് നിങ്ങൾ എടുത്തു പോകണം. ഓട് നിർമ്മാണം ഉണ്ടായിരുന്നു, BMS എന്നുണ്ട് അതിനകത്ത്. ഓട് നിർമ്മാണം, പോലീസ് വയ്ക്കുന്ന കാക്കി അവിടെ നിർമ്മാണമാണ്. വ്യവസായം വരെ ചെയ്തവരാണ്. അഞ്ചരക്കണ്ടിയിൽ അങ്ങ് തലശ്ശേരിയിലെ ബംഗ്ലാവ് ബെഞ്ചമിൻ ബെയ്ലിയുടെ വട്ടെടുത്ത് ബെഞ്ചമിൻ ബെയ്ലിയുടേതാണ്, അദ്ദേഹത്തിൻ്റെയാണ്. ഹെർമൻ ഗുണ്ടട്ടിൻ്റെയാണ്. ഡിക്ഷണറി ഇംഗ്ലീഷ് അവരുടേതാണ്, ഡിക്ഷണറി അവരുടേതാണ്, പള്ളിക്കുടം അവരുടേതാണ്, ഇംഗ്ലീഷ് അവരുടേതാണ്, മരച്ചീനി അവരുടേതാണ്, പറങ്ങിയണ്ടി അവരുടേതാണ്, പൈനാപ്പിൾ അവരുടേതാണ്, ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന ചുവന്ന മുളക് അവരുടേതാണ്, പുട്ട് പോർട്ടീസുകാരുടെ ആഹാരമാണ്, അപ്പം യഹൂദന്റെ ആഹാരമാണ്. ഈ കടകളിൽ കാണുന്ന സകല ബേക്കറി സാധനങ്ങളും പറങ്കികൾ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ചായ അവരുടേതാണ്, കാപ്പി അവരുടേതാണ്, സമയം അവരുടേതാണ്, കലണ്ടർ അവരുടേതാണ്, എല്ലാം അവരുടേതാണ്. പാള കൊണ്ട് കൗപീനമുണ്ടാക്കി ജീവിച്ച ഈ നാടിനെ ആധുനികവൽക്കരിച്ചത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ സുവിശേഷമാണ്, ബൈബിളാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. ആ വ്യത്യാസം ഈ നാടിന് ദൈവം നൽകി, മാറ്റം നൽകി. പ്രിയമുള്ളവരെ, പള്ളിക്കുടങ്ങൾ, ആശുപത്രികൾ ഒക്കെ നേഴ്സിങ്ങിന്
നേഴ്സിംഗ് അവരുടേതാണ്, റെഡ് ക്രോസ് അവരുടേതാണ്, പെയിൻ ആൻഡ് പാലിറ്റ് കെയർ അവരുടേതാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളൊക്കെ കാണും, എറണാകുളത്തെ 100 വർഷമായ ഒരു നേഴ്സിംഗ് കോളേജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഞായറാഴ്ചത്തെ മനോരമ സപ്ലിമെൻ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വായിച്ചു നോക്കണം. അതിനകത്തുണ്ട് 1914 ഇറ്റലിയിൽ നിന്നാണ് 6 നേഴ്സുമാരെ കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാമോ, ചെയ്തതല്ല, സുവിശേഷമാ. മനസ്സിലായി? ഇത് സങ്കീർത്തനം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, ഇത് മനുഷ്യൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചരിത്രമാണ്. നിങ്ങളുടെ എൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ്. ലോകത്തിൻ്റെ മാറ്റത്തിൻ്റെ ചരിത്രമാണ്. നേഴ്സിംഗ് അവരാണ്, ആശുപത്രി അവരാണ്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ പോലും മിഷണറി ഫിസിഷ്യൻ ഉണ്ടായിരുന്നു, അറിയാമോ? വാക്സിൻ അവരാണ് പ്രചരിപ്പിച്ചത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രചാരകർ അവരാണ്. നോബൽ സമ്മാനം നേടിയവരിൽ കത്തോലിക്കനും യഹൂദനും പ്രൊട്ടസ്റ്റന്റുകാരുമാണ്. നാട്ടിലൊരു പെട്ടിക്കട യുക്തിവാദി നടത്തുന്നുണ്ടോ? നിരീശ്വരവാദി നടത്തുന്നതിൻ്റെ ആശുപത്രിയുടെ പേര് നിങ്ങൾ പറയാമോ? നിരീശ്വരവാദിയുടെ സംഘടന നടത്തുന്ന ഒരു മാർജിൻ ഫ്രീയുടെ പേര് പറയാമോ? നിരീശ്വരവാദി നടത്തുന്ന ഒരു പെട്ടിക്കടയുടെ പേര് പറയാമോ? സമ്പാദത്തിന് ചോദിക്കുക. നാട്ടിലൊരു പെട്ടിക്കട പോലും നടത്താത്തവനാണ് ഈ നാട് മുഴുവൻ ആശുപത്രികളും പള്ളിക്കട ഉണ്ടാക്കിയ സഭയെ വിമർശിക്കുന്നത്. മതമാണിത് ചെയ്തത്, സഭയാണിതെല്ലാം ചെയ്തത്. നാട്ടിൽ പള്ളിക്കുടങ്ങളും ആശുപത്രികളും എല്ലാം ചെയ്തവരാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജ് മുതൽ തിരുവല്ല മെഡിക്കൽ മിഷൻ വരെ അവരുടേതാണ്. ഈ കോളേജ് മുതൽ കോട്ടയം CMS കോളേജ് വരെ അവരുടേതാണ്. ആ രീതിയിൽ നാടിന് വ്യത്യാസമുണ്ടാക്കി. ക്രൈസ്തവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല അവർ വന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ വിദ്യാഭ്യാസം നൽകി വട്ടെടുത്ത അവർ കൊണ്ടുവന്നതാണ്. ഡിക്ഷണറി അവരുടേതാണ്, വ്യാകരണം അവരുടേതാണ്. വില്യം കേറി തന്നെ ഏകദേശം 40 ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കിയ ആളാണ് വില്യം കേറി. ഡയലക്റ്റുകൾ ഏകീകരിച്ചത് അവരാണ്. എല്ലാ വ്യത്യാസങ്ങളും നാട്ടിൽ അവർക്കുണ്ടായി. പ്രിയമുള്ളവരെ, ആ നാടിൻ്റെ വ്യത്യാസം ആദ്യം ആരംഭിച്ചത് ഈ തെക്കൻ തിരുവിതാംകൂറിലാണ്. ലണ്ടൻ മിഷണറിമാർ വന്നതോടുകൂടി വേദമാണിക്യമാണ് ആദ്യമായി മതം മാറിയത്. വേദമാണിക്യം തെക്കൻ തിരുവിതാംകൂറിൽ അദ്ദേഹം കത്തയച്ച ശേഷമാണ് മിഷണറിമാർ വരുന്നത് പോലും. മനസ്സിലായ? രണ്ടാമത് മല്ലപ്പള്ളിയിൽ ഹാബൽ കൈപ്പറ്റിയാണ് മതം മാറുന്നത്. അങ്ങനെ നാട്ടിൽ വലിയ വ്യത്യാസമുണ്ടായി. അങ്ങനെ ഈ സുവിശേഷം സ്വീകരിച്ചതിൻ്റെ പേരിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ പറയട്ടെ, നാട്ടിലെ പാവപ്പെട്ടവൻ സുവിശേഷം സ്വീകരിക്കാനുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഈ നാട്ടിലെ പ്രബുദ്ധരായ നാട്ടുകാർക്കറിയാം. എന്തുകൊണ്ടാണ് അവർ സുവിശേഷം സ്വീകരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവർ യേശുവിനെ സ്വീകരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മാഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ്, തുല്യതയ്ക്ക് വേണ്ടിയാണ്, സമത്വത്തിന് വേണ്ടിയാണ്, ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ്, സ്വത്വബോധത്തിന്റെ ഭാഗമായിട്ടാണ്, മനുഷ്യാവകാശത്തിന്റെ ഭാഗമായിട്ടാണ്. ആ സത്യദൈവത്തെ സ്വീകരിക്കാൻ ഒരു ജനത തയ്യാറായി നിങ്ങൾ മനസ്സിലാക്കണം. നാട്ടിൽ വലിയ വ്യത്യാസം ഉണ്ടായി. മരച്ചീനി അവർ കൊണ്ടുവന്നതാ. ബർമ്മയിൽ നിന്ന് അരി വരാതിരുന്നപ്പോൾ പട്ടിണി കിടക്കാതിരുന്നെന്താണെന്നറിയാമോ? 1-2 ലോകമഹായുദ്ധ കാലത്ത് പട്ടിണി കിടക്കാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ആദ്യം കപ്പ കൊണ്ടുവന്നത് തിരുവനന്തപുരത്താണ്. വിശാഖം തിരുനാൾ മഹാരാജാവാണ് ആദ്യം അത് അങ്ങനെ മുറിച്ചത്. ചണ്ടമുറിയ കപ്പയായി. വിശാഖം തിരുനാൾ ശ്രദ്ധിക്കണം എല്ലാവരും, ചരിത്രം പറയുന്നതുകൊണ്ട് ഉറങ്ങരുത്. വിശാഖം തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഈ നാട്ടിലൊരു വൈദ്യം പറഞ്ഞു, നിങ്ങൾ കാന്താരി അരച്ച് ചെയ്യണം, മുളകരച്ച് ചെയ്യണം. ആ അസുഖത്തിന് അതാ ചികിത്സ. നിരന്തരമായി മുളകരച്ച് ചെയ്യുന്നപ്പോൾ അദ്ദേഹത്തിന് അൾസർ ഉണ്ടായി. അപ്പോൾ അതേ വൈദ്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാരുള്ള ആഹാരം ചേർത്ത് കഴിച്ചാൽ മതി. നിങ്ങൾ കപ്പയോടുകൂടി കാന്താരി കഴിക്കുന്നത് വിശാഖം തിരുനാൾ മഹാരാജ് കഴിക്കുന്ന കണ്ടാണ്. ഇതാ ചരിത്രം. മനസ്സിലായോ? ബൈബിൾ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് കപ്പയ്ക്ക് വില അറിയാമല്ലോ, ഡിമാൻഡ് അറിയാമല്ലോ. മരച്ചീനി അവരാ കൊണ്ടുവന്നത്. നിങ്ങൾ കടുവറക്കാൻ ഉപയോഗിക്കുന്ന ചുവന്നുള്ളു ബ്രസീലിൽ നിന്ന് അവരാ കൊണ്ടുവന്നത്. പറങ്ങിയണ്ടി അവരാ കൊണ്ടുവന്നത്. പൈനാപ്പിൾ അവരാ കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് യോഗമുണ്ടായിരുന്നു ഹൈറേഞ്ചിൽ. ഡിസംബറിൽ ഹൈറേഞ്ചിലേക്കുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ചപ്പാത്ത് പോയപ്പോൾ അത് ചുമ്മാതുണ്ടായി വന്നതല്ല, അതങ്ങനെ ആക്കിയത് മിഷണറിമാരാണ്. കോട്ടയം കുമളി റോഡ് അവർ കൊണ്ടുവന്നതാണ്. മുണ്ടക്കായ എന്ന് പേരിട്ട് ഹെൻറി ബേക്കർ അറിയാമോ? ഹെൻറി ബേക്കറിന് ഡയറിയിൽ എഴുതിയിരിക്കുന്ന മുണ്ടക്കായ എന്നല്ല, മുണ്ടിക്കായ എന്നാണ്. അതേ നോക്കുക, പാറക്കെട്ടുള്ള സ്ഥലത്ത് കൊക്കുമുണ്ടി വന്നിരിക്കുന്നു. ഇവിടെ കൊക്കുമുണ്ടി എന്നാണ് പറയുന്നത്, ചാരക്കൊക്കെ കൊക്കുമുണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം എഴുതി ഈ സ്ഥലത്തിന് പേര് മുണ്ടിക്കയം. നമ്മളതിനെ മുണ്ടക്കയം എന്ന് വിളിച്ചു. മുണ്ടക്കയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. 1917 ചേറായി ബീച്ചിൽ സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തിയതല്ലേ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചത്? അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ എല്ലാ ജാതിക്കാരെയും ഇരുത്തി പന്തിഭോജനം നടത്തിയ ഹെൻറി ബേക്കറാണ്. എല്ലാ ജാതിക്കാരും ഒരുപോലെ ഒരു പാത്രത്തിൽ നിന്ന് ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമുള്ളത് ഞങ്ങളുടെ കർത്തൃമേശയിൽ മാത്രമാണ്. മനസ്സിലായ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ബൈബിളിന്റെ നരവംശാസ്ത്രം അതാണ്. സമത്വമാണ് എല്ലാവർക്കും. ഒരുത്തവനെ ശ്രേഷ്ഠനായും മറ്റൊരുത്തനെ മ്ലേച്ഛനായും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല.
സൃഷ്ടിപ്പിൽ സമത്വമാണ്. ബൈബിളിന്റെ ആന്ത്രപ്പോളജി, ക്രിയേഷൻ തിയറി, നരവംശാസ്ത്രം, സൃഷ്ടിപ്പിൻ ചരിത്രം എന്ന് പറയുന്നത് ഒരുത്തനെ ശ്രേഷ്ഠനായും ഒരുത്തനെ മ്ലേച്ഛനായും സൃഷ്ടിച്ചില്ല, എല്ലാവരും തുല്യരാണ്. അതുകൊണ്ടാണ് ബൈബിൾ ലോകോത്തരമായത്. അതുകൊണ്ടാണ് ലോകത്തെമ്പാടും സാമൂഹ്യ ചരിത്രത്തിന് നടുകായത്വം വഹിക്കാൻ ബൈബിളിന് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ വ്യത്യാസമുണ്ടായി. നിങ്ങൾ രാവിലെ പുട്ട് കഴിച്ചവർ കാണും പോട്ടീസ് കടാകാരം, അത് മനസ്സിലായോ? അപ്പം യഹൂദം കൊണ്ടുവന്നതാണ്. നടുത്തല പാസ്തല അവർ പറയുന്നത്, നമ്മളത് പറയണ്ട, ബുദ്ധിമുട്ടാണ്. നടുത്തല പാസ്തൽ അപ്പം അവരുടേതാണ്. ഇതെല്ലാം അവരുടെ, ഒന്നും നമ്മുടേതല്ല. നമുക്കുള്ളത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് കാണും. ഇഷ്ടം പോലെ കവുങ്ങും അടയ്ക്കാമരുള്ളത്, അതുകൊണ്ട് പാളയ്ക്ക് കുറവില്ലായിരുന്നു. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാടിന് എന്ത് ദോഷം ബൈബിൾ ചെയ്തു, എന്ത് ദോഷമാണ് സുവിശേഷം ഈ നാടിന്, ഈ രാജ്യത്തിന് ചെയ്തത്. ഈ നാടിന് ക്രിസ്മസിന്റെ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ നോക്കൂ. എൻ്റെ കണ്ടന്റ് വളരെ കൃത്യമായി മുസ്ലിംമാരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര മേഖലയിൽ, നഴ്സിംഗ് മേഖലയിൽ കൃത്യമായി സഭ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസംബർ 25 സന്ദേശത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്മസ് വിരുന്നുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ എല്ലാവരും അതാണ് ഈ കൃത്യങ്ങൾ കൃത്യമായി പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഹൈറേഞ്ചിലെ കാര്യം, അവിടെ പാമ്പാടുംപറയിലാണ് ജോൺ ജോസഫ് മർഫി സാഹിബാണ് ആദ്യം ഏലത്തോട്ടം കൊണ്ടുവരുന്നത്, റബ്ബർ കൊണ്ടുവരുന്നത്, ചായ കൊണ്ടുവരുന്നത്, കാപ്പി കൊണ്ടുവരുന്നത്. എല്ലാം സുവിശേഷമാണ് കേട്ടോ, എല്ലാം സുവിശേഷമാണ്. അതുകൊണ്ട് ഈ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ബൈബിളാണ്. ഈ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചത് ബൈബിളാണ്. അവർ നിങ്ങൾ വിചാരിക്കും സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഞാൻ ചരിത്ര വിദ്യാർത്ഥിയാണ്, ഹിസ്റ്ററി പഠിച്ച ആളാണ്. അത് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. അതിൻ്റെ രണ്ടാം ഘട്ടമാണ് വൈകുണ്ഠസ്വാമികളും അയ്യങ്കാളിയും പണ്ടിക്കർപ്പനും ശ്രീനാരായണഗുരുവും അതുപോലെ തന്നെ കുറുമ്പം ദൈവത്താനും ചാവറ കുര്യാക്കോസും വേലുക്കുട്ടിയറിയനും അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവും സഹോദരൻ അയ്യപ്പനും അതുപോലെ തന്നെ വാക്പടാനന്ദനും അതുപോലെ കാവാരിക്കുള്ള കണ്ടൻകുമാരനും എല്ലാം ഏറ്റെടുത്തത് രണ്ടാം ഘട്ടമാണ്. അതിൻ്റെ മൂന്നാം ഘട്ടമാണ് കർഷക പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും വിപ്ലവ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തത്. ഇതാണ് നവോത്ഥാനത്തിൻ്റെ ക്രമം. ആ നവോത്ഥാനം ഈ മണ്ണിൽ ആരംഭിച്ചത് ബൈബിളാണ്. ആ നവോത്ഥാനം ഈ നാട്ടിൽ ആരംഭിച്ച ലണ്ടൻ മിഷണറിമാരാണ്. പള്ളിക്കൂടം സ്ഥാപിച്ചതിലൂടെ, ഇവിടെ പ്രസ് കൊണ്ടുവന്നതിലൂടെ, കൊല്ലത്ത് പ്രസ് സ്ഥാപിച്ചു, ബെഞ്ചമിനിൽ കോട്ടയത്ത് പ്രസ് സ്ഥാപിച്ചു. അതിന് എത്രയോ വർഷം മുമ്പ് പോർട്ടുഗീസുകാർ ഗോവയിൽ പ്രസ് കൊണ്ടുവന്നു. അച്ചടിയാണ് നവോത്ഥാനം, പുസ്തക പ്രസാധനമാണ് നവോത്ഥാനം, ഇംഗ്ലീഷിന്റെ പേരാണ് നവോത്ഥാനം, അക്ഷരം പഠിപ്പിച്ചതിന്റെ പേരാണ് നവോത്ഥാനം. ആ പരപ്പിലേക്ക് നാട്ടിലെ പാവപ്പെട്ടവനെ ഈ പരപ്പിലേക്ക് ഭാഷാപരമായ ഒരു മോഡേണിറ്റി, അവർക്ക് ഭാഷയിൽ ആധുനികത കൊണ്ടുവന്നത്, ജനത്തെ ആശയവിനിമയം പഠിപ്പിച്ചത് സുവിശേഷമാണ്. സ്കൂളിൽ പോകാത്ത അമ്മച്ചിമാരും പാവപ്പെട്ടവർ സാധാരണക്കാരായ അടിമ ജനത എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അവർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന മിഷണറി പറയുന്നത് കേട്ട് പഠിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എത്ര സ്ഫുടതയോടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ആശ്വാസത്തിന് ഉറവിടമായ ഞങ്ങളുടെ കർത്താവ്. ഇതൊക്കെ സ്കൂളിൽ പോകാത്ത അമ്മച്ചി അങ്ങനെ പഠിച്ചു. ഭാഷയിൽ ഇങ്ങനെ മോഡേണിറ്റി കൊണ്ടുവന്ന മിഷണറിമാരാണ്. ആശയവിനിമയം പോലും ചെയ്യാൻ പഠിപ്പിച്ചത് ബൈബിൾ. സഭയ്ക്കകത്തെ പാട്ടുകളിലൂടെയും സാക്ഷ്യം പറച്ചിലുകളിലൂടെയാണ് ഈ ജനത ഭാഷ പഠിച്ചത്, ആശയവിനിമയം പഠിച്ചത്. നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. ഇതൊക്കെ പറയാൻ എനിക്ക് തന്നെ 3-4 ദിവസം തന്നെ വേണം. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് വളരെ ഗൗരവമായി പറയട്ടെ, ബൈബിളിൻ്റെ മാനവികതയെ നമ്മൾ തിരിച്ചറിയണം, ബൈബിളിൻ്റെ ആധുനികതയെ നമ്മൾ തിരിച്ചറിയണം. ഈ നാടിനെ ആധുനികവൽക്കരിച്ചു, നാടിന് വ്യത്യാസം വരുത്തി, നാടിന് മാറ്റം വരുത്തി. ആ തരത്തിലേക്ക് വലിയ വ്യത്യാസമുണ്ടായി. നിങ്ങൾക്കറിയാമോ, മഹാഭാരതവും രാമായണവും ഇറ്റാലിയൻ ഭാഷയിലേക്കും ജർമ്മൻ ഭാഷയിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആരാണെന്നറിയാമോ? സറാംപൂർ മിഷണറിമാരാണ്. അഭിജ്ഞാന ശാകുന്തളം ട്രാൻസ്ലേറ്റ് ചെയ്തത് മിഷണറിമാരാണ്. ജർമ്മനി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ വിളിച്ച് ചോദിക്കണം. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജർമ്മനി സംസ്കൃതം വന്നത്? ജർമ്മൻ മിഷണറിമാരാണ്. മനസ്സിലായി? ഈ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ രീതിയിലാണ് സുവിശേഷത്തെ കണ്ടത്. ആ രീതിയിലാണ് മിഷണറിമാർ നാടിനെ കണ്ടത്. നാടിന് വ്യത്യാസമുണ്ടാക്കി. സ്വാതന്ത്ര്യം, മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് ബൈബിൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ഫ്രീഡം, സ്വാതന്ത്ര്യം. മനുഷ്യന്റെ ആത്മാഭിമാനത്തോടെ ജീവിക്കണം. അവരെല്ലാവരും തുല്യരാണ്. അങ്ങനെ ജെൻഡറിനെ കൈകാര്യം ചെയ്ത്, കാസ്റ്റിനെ കൈകാര്യം ചെയ്ത്, അൺടച്ചബിലിറ്റിയെ കൈകാര്യം ചെയ്ത് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ വ്യക്തമായി
ബൈബിൾ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ രീതി വലിയ വ്യത്യാസം. ഇതൊക്കെ ഒരു ഉപദേശിയായതുകൊണ്ട് പുള്ളി അങ്ങ് പറയും, നിങ്ങൾ ചിന്തിക്കരുത്. ഇത് എഴുതിയത് മുഴുവൻ ക്രിസ്ത്യാനികളല്ല. ഞാനിപ്പോൾ പറഞ്ഞ കറിയുടെ കാര്യമുണ്ട്. നിങ്ങളുടെ നാട്ടുകാരനാണ് ഡോക്ടർ ശശിഭൂഷൺ എസ് ഗുപ്തനാടെ മകൻ. ഡോക്ടർ ജി ശശിഭൂഷൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്താണ് കറികളൊക്കെ ഇടുന്നു പറയുന്നത്. അതിൽ അദ്ദേഹമാണ് ഈ പുട്ടിൻ്റെ കാര്യമൊക്കെ എന്നെ പഠിപ്പിച്ചത്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ പാസ്റ്റർമാർ എഴുതിയ പുസ്തകമല്ല, വളരെ മനോഹരമായി ഡോക്ടർ ശശിഭൂഷൺ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ക്ഷേത്രങ്ങളുടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. മിഷണറിമാരുടെ കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, ക്രിസ്ത്യാനിയല്ലേ, IPC-കാരനല്ലേ വള്ളിക്കാവ് മോഹൻദാസ്? മനസ്സിലാക്കണം. മിഷണറിമാരുടെ കേരളം. അദ്ദേഹത്തിൻ്റെ PhD എന്താണെന്നറിയാമോ? പത്രങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ പത്രം മനോരമയല്ല, ദീപികയല്ല. ആദ്യത്തെ പത്രം രാജ്യസമാചാരം, പശ്ചിമോദയം മിഷണറിമാരുടേതാണ്. പത്രം തുടങ്ങിയത് അവരാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ പോരാടി. ബാരിസ്റ്റർ ജോൺ ജോസഫ് ചെങ്ങന്നൂരിലാണ് ഞാൻ വരുന്നത്. എൻ്റെ നാട്ടുകാരനായ ബാരിസ്റ്റർ ജോൺ ജോസഫ്. ഗാന്ധിയുടെ 2 പത്രമുണ്ടല്ലോ, യങ് ഇന്ത്യ, ഹരിജൻ. ആ പത്രത്തിൻ്റെ പത്രാധിപരാണ് ബാരിസ്റ്റർ ജോൺ ജോസഫ്. ജോസഫ് എന്ന് പറയുന്ന ആൾ വൈക്കം സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ. ഗാന്ധി നെഹ്റുവിനോടൊപ്പം പൂന ജയിലിൽ കളഞ്ഞയാൾ. ബാരിസ്റ്റർ ജോൺ ജോസഫിനെ പോലെ, അക്കമ്മ ചെറിയാനെ പോലെ. തൃശ്ശൂരെ ഇന്നലത്തെ പ്രസംഗത്തിലെല്ലാം പ്രധാനമന്ത്രി അത് വിശദീകരിച്ചിട്ടുണ്ട്. അക്കമ്മ ചെറിയാനെ പോലെ, റോസമ്മ പുന്നൂസിനെ പോലെ, PT ചാക്കയെ പോലെ, CM സ്റ്റീഫനെ പോലെ, ബിഷപ്പ് അസരിയെ പോലെ, CF ആൻഡ്രൂസ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്താണ്. CF ആൻഡ്രൂസ് ഗാന്ധിയെ മോഹൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ബന്ധം ഒന്ന് കൂട്ടിയാൽ മതി. ഗാന്ധിയെ മോഹൻ എന്ന് വിളിക്കണമെങ്കിൽ അവരുടെ കൂട്ടുകെട്ട് ഓർത്താൽ മതി. മനസ്സിലായോ? ഗാന്ധിയെ വിളിക്കുന്ന മോഹൻ എന്നാ CF ആൻഡ്രൂസ് നല്ല ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായപ്പോൾ ഗാന്ധി പറയുന്ന CF എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ക്രൈസ്റ്റ് ഫോളോവർ എന്നതിൻ്റെ അർത്ഥം എന്നാണ്. സോദരം പറഞ്ഞാണ്ട് കൺവെൻഷൻ ഒന്നും വേണ്ട, നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ മതി. ഗാന്ധി വരെ കാര്യം പിടികിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് പ്രസംഗപീഠത്തിലെ പരിചിന്തനം മാത്രമാകരുത്. ഇത് വേദിയിലെ ഇൻ്റലക്ച്വൽ എക്സസൈസ് മാത്രമാകരുത്. ഇത് കേവലം ഓർത്തഡോക്സി മാത്രമാകരുത്. ഇത് ജീവിതം കൂടിയാകണം. ക്രിസ്ത്യാനിറ്റി സുവിശേഷം ജീവിത വ്യവസ്ഥ കൂടിയാകണം. സുവിശേഷം ക്രിസ്ത്യാനിറ്റി ജീവിത വ്യവസ്ഥയാണ്, ചൈതന്യധാരയാണ്. ഇതൊരു സംസ്കാരമാണ്. അതുകൂടെ കാണിക്കണം. അങ്ങനെയാണ് ഗാന്ധി. നിങ്ങൾക്കറിയാമോ, ഗാന്ധിയുടെ ഒരു പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ അറിയുന്ന ക്രിസ്തു. ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഒരു കൊച്ചു പുസ്തകമാണ്. ഗാന്ധി പറയുന്നു, മാത്തായി സുവിശേഷം 5-6-7 അധ്യായത്തിലെ ഗിരിപ്രഭാഷണമാണ് എന്നിലെ നോൺ വയലൻസ്, എന്നിലെ അഹിംസയെ, എന്നിലെ മനുഷ്യത്വത്തെ രൂപപ്പെടുത്തിയത്. അവരാരും ക്രിസ്ത്യാനികളല്ല. ഗാന്ധി പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദേശകം, മനുഷ്യാകൃതി കൊണ്ട ദൈവമോ നരാകൃതി കൊണ്ട ധർമ്മമോ അവൻ പരമേശ പവിത്ര പുത്രൻ എന്ന അനുകമ്പാദേശകത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുകയാണ്. പരമേശ പവിത്ര പുത്രൻ ക്രിസ്തുവിനെ കുറിച്ച്. അടുത്ത വരി നബി മുത്തുരത്നം. പ്രിയമുള്ളവരെ, പരമേശ പവിത്ര പുത്രൻ അനുകമ്പാദേശകത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ വെളിച്ചത്തിന്റെ കവചം KP അപ്പൻ, ക്രിസ്ത്യാനിയല്ല കേട്ടോ, നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മുരിനാരായണ പ്രസാദ് ശിവഗിരി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ സുവിശേഷം വേദാന്ത ദൃഷ്ടിയിൽ ഭാരതീയ വേദാന്തത്തിന്റെ വെളിച്ചത്തിൽ സുവിശേഷം നന്നായി രേഖപ്പെടുത്തിയിരിക്കും. ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. സുവിശേഷം എന്താണെന്ന്, ബൈബിൾ എന്താണെന്ന് അത്യാവശ്യം വിവരമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗമുണ്ട്. അത് മുഴുവൻ വാങ്ങിക്കാൻ കിട്ടും. ഏതാണെന്നറിയാമോ? സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവം. ആ മുഴുവൻ വോളി എൻ്റെ ഇരിപ്പുണ്ട്. അതിൽ ഒരു അധ്യായത്തിന്റെ പേര് ഈശോ മശിഹ എന്ന. യേശു ആരാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ആ പാദം കഴുകുമെന്ന് പറഞ്ഞ് സ്വാമി വിവേകാനന്ദനാണ്. യേശു ആരാണെന്ന് പഠിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശു ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലേക്ക് വീണ്ടും എന്നുള്ള റിക്കവറി ഓഫ് ഫെയ്ത്ത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ദൈവത്തെക്കുറിച്ച്. മാതൃഭൂമിയുടെ സ്ഥാപകൻ KP കേശവന്റെ പുസ്തകമുണ്ട്, യേശുദേവൻ. മാതൃഭൂമിയിൽ ഇന്നും അത് വാങ്ങിക്കാൻ കിട്ടും. യേശു ആരാണെന്ന് ഒരു KP കേശവനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമീപകാലത്ത് ഞാൻ വായിച്ച പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെതാണ്. ആരാ ഡോക്ടർ KS രാധാകൃഷ്ണൻ? നമ്മുടെ PSCയുടെ പഴയ ചെയർമാൻ. ഉമ്മൻചാണ്ടി സാറിൻ്റെ മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ PSCയുടെ പഴയ ചെയർമാൻ ഉണ്ടല്ലോ, ഏത് കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ KS രാധാകൃഷ്ണൻ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം യൂട്യൂബിൽ കേൾക്കണം. അസാധ്യമായ പാണ്ഡിത്യമാണ്. വേദാന്തങ്ങളെക്കുറിച്ച്, ഉപദേശങ്ങളെക്കുറിച്ച്, തത്വമസിയെക്കുറിച്ച്, ഭാരതീയ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് വലിയ പാണ്ഡിത്യമാണ് അദ്ദേഹത്തിന്. ഡോക്ടർ KS രാധാകൃഷ്ണൻ ഒരു പുസ്തകമുണ്ട്, ക്രിസ്തു ദർശനം.
വെള്ളനാട് ദേശത്തോട് പറയും, നിങ്ങൾ ബൈബിൾ വായിക്കണ്ട, ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ക്രിസ്തു ദർശനം വായിച്ചാൽ മതി. യേശു ആരാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ പര്യായമായ, സഹനത്തിന്റെ പര്യായമായ ക്രിസ്തുവിന്റെ ത്യാഗത്തെക്കുറിച്ച്, ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വത്തെക്കുറിച്ച് മനോഹരമായി രേഖപ്പെടുത്തിയ ഔട്ട്സ്റ്റാൻഡിംഗ് നറേഷൻ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആളുകൾക്കൊക്കെ മനസ്സിലായി യേശു ആരാണെന്ന്. ഇന്ന് രാത്രി നാട് തിരിച്ചറിയണം യേശു ആരാണ്. ആരെ അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃക, വൈജ്ഞാനിക വൈഭവം ഇന്ന് രാത്രി ആരാണെന്ന് ഈ നാട് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇതാണ് യേശു. നിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ബൈബിളിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റായ റീഡിംഗ് ആണ്. ആരോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഈ മാർഗം മാനവികതയുടേതാണ്, സ്നേഹത്തിൻ്റെതാണ്, സാഹോദര്യത്തിൻ്റെതാണ്, തുല്യതയുടേതാണ്. ഏത് നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. സ്നേഹിക്കാനാണ് ഇത് പഠിപ്പിച്ചത്. 2 മക്കളെയും ഭർത്താവിനെയും അതിദാരുണമായി ഒറീസയിലെ ഭാര്യ പടജിലേക്ക് കൊലപ്പെടുത്തിയപ്പോൾ എന്താണ് ഗ്ലാഡിസ് പറഞ്ഞത്? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ക്ഷമിച്ചിരിക്കുന്നു, ധാരാസിംഗിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് പറയാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയൂ. ഇത് പറയാൻ ബൈബിളിന് മാത്രമേ കഴിയൂ. ഇത് സ്നേഹത്തിന്റെ മാർഗമാണ്. ഒരു കന്നത്തടിക്കുന്നവനെ മറ്റേ കണ്ണ് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ മാർഗം, വസ്ത്രം പിടിക്കുന്നവന് പുതപ്പോട് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ മാർഗം, 1 മൈൽ നടക്കാൻ വിളിച്ചാൽ 2 മൈൽ ഇരട്ടി നടക്കണം എന്ന് പറഞ്ഞ മാർഗം, ഇത് സ്നേഹത്തിന്റെ മാർഗമാണ്. ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞ മാർഗം സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, സഹനത്തിന്റെ മാർഗമാണ്, ഈ സ്നേഹത്തിന്റെ മാർഗമാണ്. ഈ അതുല്യമായ സന്ദേശത്തെ ഏറ്റെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ ഉയർന്നു കേൾക്കുന്ന പാട്ടും പ്രസംഗമെല്ലാം അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മതമാറ്റമല്ല കേട്ടോ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറിയിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത് ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ അശോകൻ ബുദ്ധമതത്തിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാരുമായിട്ടാണ് മതം മാറിയത്. 1956 ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ടാണ് നാഗ്പൂരിൽ വെച്ച് ഈ ഡോക്ടർ അംബേദ്കർ മതം മാറിയത്. തമിഴ്നാട്ടിൽ റഹമത്തുള്ളതെന്ന് പറഞ്ഞ ഗ്രാമം തന്നെയുണ്ട്, ഒരു ഗ്രാമം മുഴുവൻ മതം മാറിയതാണ്. അങ്ങനെയാണ് മാധവക്കുട്ടി കമലാസുരിയായി മാറിയത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബുദ്ധമതത്തിലേക്ക് പോയത്. ആളുകൾ അങ്ങനെയാണ്. സ്വാമി വിവേകാനന്ദന്റെ കൂടെ ഒരു യുവതി നടന്നിരുന്നു, അറിയാമോ? നിവേദിത എന്നാണ് പേര്. ആരാണെന്നറിയാമോ? അയർലൻഡിലെ ഒരു പുരോഹിതന്റെ മകളാണ്. അയർലൻഡിലെ ഒരു പുരോഹിതന്റെ മകളെ മതം മാറ്റി, ദീക്ഷ കൊടുത്ത്, സന്യാസം കൊടുത്ത് നിവേദിത എന്ന് പേരിട്ടു. എലിസബത്ത് എന്നാണ് പേരിട്ട് സ്വാമി വിവേകാനന്ദൻ കൊണ്ടുനടന്നു. സഭയ്ക്ക് യാതൊരു പരാതിയുമില്ല കേട്ടോ. ഹിന്ദുയിസമാണ് ശരി, ഇതാണ് ശരിയെന്ന് അയർലൻഡിലെ പുരോഹിതന്റെ മകൾക്ക് തോന്നിയാൽ അവർക്ക് നിവേദിതയായി മാറാം. സഭയുടെ സംവാദം അതാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സുവിശേഷത്താൽ ആളുകൾ ആകർഷിക്കപ്പെട്ടാൽ അവർ ക്രിസ്തുവിനെ സ്വീകരിക്കും. ലോകത്തെമ്പാടും ജാതിക്കാരും ഗോത്രവർഗ്ഗക്കാരും ദലിതുകളും സുവിശേഷം സ്വീകരിക്കാനുണ്ടായ മാർഗം, സാഹചര്യം എന്താണ് ഞാൻ വിശദീകരിച്ചല്ല പ്രിയമുള്ളവരെ. ജാതിയുടെയും മതത്തിന്റെ പേരിൽ വ്യവസ്ഥാപിതമായ ഭൂപടത്തിന്റെ പിന്മാൽ പുറകിലേക്ക് വലിച്ചെറിയപ്പെട്ട ജനത തുല്യതയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, ആത്മാഭിമാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഇഷ്ടദൈവത്തെ സേവിക്കാൻ വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് ഈ നാട് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന ആർട്ടിക്കിൾ 25 വിശദമായി പറഞ്ഞു, റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. ഏത് മതവും പ്രാക്ടീസ് ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ, പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പ്രസംഗിക്കുന്നത്. ആയുധമില്ലാതെ കലാപം ഉണ്ടാക്കാൻ, ഇതുപോലെ സമ്മേളിക്കാൻ ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. റൈറ്റ് ടു ഇക്വാളിറ്റി, ഇക്വാളിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 14 പറയുന്നു ജാതിയുടെയും മതത്തിന്റെ പേരിൽ യാതൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആർട്ടിക്കിൾ 15 പറയുന്നു. 14 കൃത്യമായി തുല്യതയാണ്. മനോഹരമായ മഹത്തായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ടാണ് ബഹുവിധമായ നാനാവിധമായ ബഹുസ്വരമായ രാഷ്ട്രീയം, മതസങ്കല്പിക രാജ്യത്ത് നിലനിൽക്കുന്നത്. ആർക്കും ഏതും ഇഷ്ടമുള്ള മതത്തിൽ ചേരാം, ആർക്കും ഏത് രാഷ്ട്രീയത്തിൽ ചേരാം, ആർക്കും ഏത് കൊടി പിടിക്കാം, ആർക്കും ഏത് പേരിടാം. അത് നാടിന്റെ സ്വാതന്ത്ര്യമാണ്. നാട്ടിലെ ആശ്രമങ്ങളിലേക്ക് മദാമമാരും സാഹിബുമാരും വരുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. അകമർമാസിയും തത്വമംസിയുടെ രഹസ്യം മനസ്സിലാക്കി ഇതാണ് ശരി നമുക്ക് തോന്നിയാൽ അവർ വന്നുകൊള്ളട്ടെ. സഭയ്ക്ക് അതിന് പരാതിയൊന്നുമില്ല. പക്ഷേ ഈ നാട് നൽകുന്ന സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രബന്ധം അവതരിപ്പിക്കും, ആ ആശയം ഞങ്ങൾ അവതരിപ്പിക്കും. അത് ശരിയാണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും ഈ മാർഗത്തിലേക്ക് വന്നാൽ അവർ യേശുവിനെ ഏറ്റെടുക്കും, അവർ ഈ മാർഗം സ്വീകരിക്കും, അവരെ സഭ 2 കൈ നീട്ടി സ്വീകരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നാട്ടിൽ കൃത്യമായി ഒരു പ്രലോഭനവുമില്ല, ഒരു പാരിതോഷികവുമില്ല, ഒരു പ്രഷറുമില്ല, ഫോഴ്സിബിൾ അല്ല ഇത്.
നിങ്ങൾക്കിത് ശരിയാണോ എന്ന് വിശകലനം ചെയ്യാം. എൻ്റെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഉള്ളടക്കം നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. ഇത് സംവാദപരമായി ഞാൻ അവതരിപ്പിക്കുന്നു. ഈ യേശു ശരിയാണെങ്കിൽ, ഈ സുവിശേഷത്തിന്റെ മാനവികത ശരിയാണെങ്കിൽ, ഇത് മുന്നോട്ട് വെക്കുന്ന സമത്വവും സാഹോദര്യവും തുല്യതയും ശരിയാണെങ്കിൽ, ഇത് മുന്നോട്ട് വെക്കുന്ന വിമോചനത്തിന്റെ മാർഗമാണ്, യേശുവിന്റെ മാർഗം നിങ്ങൾ മനസ്സിലാക്കിയാൽ, വെള്ളനാടിലെ പ്രബുദ്ധരായ നാടിനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ യേശുവിനെ സ്വീകരിക്കണം, ഏറ്റെടുക്കണം. സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രസംഗം മുഴുവൻ പ്രസംഗിക്കാൻ സമയമില്ലല്ലോ. സകല മനുഷ്യർക്ക് പൊതുപൂർവികൻ ഒരാളാണ്. ഒരാളിൽ നിന്ന് സകല മനുഷ്യരെയും ഉളവാക്കി. എന്നിട്ട് 27-ാം വാക്യത്തിൽ പറയുന്നു, നാം അവനെ അന്വേഷിക്കണം. ഉണ്ട്. ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, നിങ്ങൾ ഈ ദൈവത്തെ അന്വേഷിക്കണം. നിങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് വിഷയമല്ല. മാധവനെന്നോ മത്തായി എന്നോ മുഹമ്മദ് എന്നോ, ഇന്ന് രാത്രി നിങ്ങളുടെ പേരെന്തുമാകട്ടെ, കുരിശ് വരയ്ക്കുന്ന ക്രൈസ്തവനും നെറ്റി നിസ്കാരത്തിൽ തഴമ്പുള്ള മുസൽമാനും നെറ്റി ചന്ദനക്കുറുവിടുന്ന ഹൈന്ദവനും എല്ലാം ഈ നാട്ടിൽ ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ, ഒരു തണ്ടിൽ വിരിഞ്ഞ പുഷ്പങ്ങളെ പോലെ, ഒരു കല്ലിൽ കോർത്ത ശില്പത്തെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ ആരുമാകട്ടെ വിഷയമല്ല. ഞങ്ങൾക്ക് വിഷയം നിങ്ങളുടെ സമാധാനമാണ്, നിങ്ങളുടെ നിത്യതയാണ്, നിങ്ങളുടെ രക്ഷയാണ്, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയാണ്, നിങ്ങളുടെ സമാധാനമാണ് ഞങ്ങളുടെ പ്രയോറിറ്റി, ഞങ്ങളുടെ മുൻഗണന എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ദൈവത്തെ അന്വേഷിക്കണം. ഈ ദൈവം അകന്നിരിക്കുന്നില്ല എന്നാണ് 28-ാം വാക്യത്തിൽ പറയുന്നത്. അകന്നിരിക്കുന്നില്ല, നിങ്ങളുടെ അടുത്തുണ്ട്. ശ്വാസത്തെക്കാൾ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനേക്കാൾ ഈ ദൈവം അടുത്തുണ്ട്. 28-ാം വാക്യം, നാം അവന്റെ സന്താനം. അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. നാം അവന്റെ സന്താനം. ഏഥൻസിലെ നാട്ടുകാരോട് പൗലോസ് പറയുന്നു, നാം അവന്റെ സന്താനം. ദൈവം പിതാവും നിങ്ങൾ മക്കളുമാണ്. വെള്ളനാട് ദേശത്തോട് പറയുന്നു, ദൈവം പിതാവും ആ പിതാവിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. ഇതാണ് ബൈബിളിന്റെ സന്ദേശം. ദൈവം പിതാവാണ്, ആ പിതാവിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. എന്തിന് വഴക്കിടണം? എന്തിന് പരിഭവം? എന്തിന് ഹർത്താല്? എന്തിന് കല്ലേറ്? എന്തിന് ലഹള? എന്തിന് കലാപം? ആ ദൈവത്തിന്റെ പിതൃത്വം തിരിച്ചറിയൂ. നാം അവന്റെ സന്താനമാണ് എന്ന് ബൈബിൾ മാത്രമല്ല, നിങ്ങളുടെ കിലിക്കയിലെ കവി അരട്ടസും നിങ്ങളുടെ മഹാകവി എപ്പിമണ്ടസും അങ്ങനെ ചൊല്ലുന്നു. നിങ്ങളുടെ ഗ്രീക്ക് കവിമാർ പോലും അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. ഗ്രീക്ക് കവിത ചൊല്ലി പൗലോസ് അത് ഉറപ്പിക്കുന്നു, നാം അവന്റെ സന്താനം. അതുകൊണ്ട് ദൈവത്തിന്റെ പിതൃത്വം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാൻ അർത്ഥം എന്നറിയാമോ? നാം അവനിൽ ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നു. സന്താനമാണെങ്കിൽ പിതാവാ മക്കളെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ഏതൻസ് തിരിച്ച, അതാണ് അതിൻ്റെ ഒരു പ്രയോഗം. നാം അവൻ്റെ സന്താനമാ, മക്കളല്ല പിതാവിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. 29 വാക്യം, അതുകൊണ്ട് ദൈവം ആരുടെ സൃഷ്ടിയല്ല, ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിന്റെ പരിമിതിയാണ്. നാം മക്കളും ദൈവം പിതാവുമാണ്. പിതാവാണ് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത്, മക്കളെ സൃഷ്ടിക്കുന്നത്, അല്ലാതെ മക്കളല്ല. ഏതൻസുകാരത് തിരിച്ചറിയണം. വൈജ്ഞാനികമായ നിങ്ങളുടെ അറിവിന്റെ പരിമിതിയാണ്. സിദ്ധാന്തങ്ങളെ ആകാശത്തിട്ട് അമ്മാനമാണെന്നവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ച് അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ പിതൃത്വം തിരിച്ചറിയുക. വൈൻഡപ്പ് ചെയ്യുന്നു പ്രസംഗം. 30-ാം വാക്യത്തിൽ ദൈവത്തിന്റെ കൽപ്പന മാനസാന്തരം. അടുത്ത ദിവസം എല്ലാവരും പറഞ്ഞോളൂ. അത് എന്താ ദൈവം പറയുന്ന? ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മെറ്റാനോയ എബൌട്ട് ടേൺ. അങ്ങോട്ട് പോകുന്നയാൾ മുഴുവനായി തിരിയുക. സിഗരറ്റ് മാറ്റി കാജാ ബീഡിയാക്കുന്നതിന്റെ പേരല്ല, മനസ്സിലായില്ലേ? വെറ്റിലേം ചുണ്ടാമ്പും മാറ്റിയിട്ട് പൊയില മാത്രം ചവയ്ക്കുന്നതിന്റെ പേരല്ല മാനസാന്തരം. പിടികിട്ടി കാണും. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയമുള്ളവരെ പറയട്ടെ, കിഴക്കോട്ട് പോകുന്ന ആൾ മുഴുവനായി തിരിയുന്നതിന് പേരാ മെറ്റാനോയ്യ. അതുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന്റെ കൽപ്പന മാനസാന്തരം. നിങ്ങളുടെ മനസ്സിന് വ്യത്യാസം ഉണ്ടാകണം. ദൈവത്തിലേക്ക് മടങ്ങി വരൂ. ദുശീലങ്ങളെ ഉപേക്ഷിക്കൂ, സ്വഭാവദോഷങ്ങളെ ഉപേക്ഷിക്കൂ, ലഹരിയെ വിട പറയൂ, എല്ലാ പാപത്തോടും വിട പറയും. ദൈവത്തിലേക്ക് വരിക. ദൈവത്തിന് മുഖപക്ഷമില്ല. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവർക്കും മാനസാന്തരം. അവസാനത്തെ പോയിന്റ് 31-ാം വാക്യം, അന്ത്യനായ വിധി. ഈ പ്രമാണം എങ്ങനെ പാലിച്ചു എന്നുള്ളതിന് കണക്ക് കൊടുക്കണം. ജീവിതം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് കണക്ക് കൊടുക്കണം. ഞാൻ ചത്തുപോയാൽ എന്ത് ചെയ്യുമെന്ന് ആരും ചിന്തിക്കണ്ട. നമ്മുടെ തമ്പാനൂർ കോടതി വിചാരണ നടക്കുമ്പോൾ പ്രതി ചത്തുപോയാൽ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവ കോടതിയുടെ പ്രത്യേകത എന്നറിയാമോ? ചത്തുപോയവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് കൂട്ടിൽ നിർത്തി കണക്ക് പറയിപ്പിച്ച് വിസ്തരിച്ച്
വിചാരണ ചെയ്ത് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച് നരകത്തിലേക്ക് വിടുന്ന ഏക കോടതി ദൈവത്തിന്റെ കോടതി. ചത്തുപോയാലും നിനക്ക് രക്ഷയില്ല. ദുഷ്ടന്മാർക്ക് പുനരുദ്ധാനമുണ്ട്. അത് അന്ത്യന്യായവിധിയാണ്. ഈ ജീവിതം എങ്ങനെ ജീവിച്ചതിന് കണക്ക് കൊടുക്കണം. ദൈവം നൽകിയ പ്രമാണം എങ്ങനെ പാലിച്ചത് കണക്ക് കൊടുക്കണം. സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച നിയമവ്യവസ്ഥയാണിത്. അതുകൊണ്ട് ന്യായവിധിയുണ്ട്. ചെയ്തു പോയ എല്ലാറ്റിനും ന്യായവിധിയുണ്ട്. ന്യായവിധി രക്ഷപ്പെടാൻ ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കൂ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കഴിഞ്ഞ പൂജയുടെ അവധിക്ക് എനിക്ക് 2 ദിവസത്തെ കോൺഫറൻസ് ഡൽഹിയിലുണ്ടായി. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയേ. പൂജയുടെ അവധി ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയാണല്ലോ. 2 ദിവസം കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോയി. ഗാന്ധിയുടെ കല്ലറ പോയി കണ്ടു. രാജ്ഘട്ടിൽ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ വെള്ളം അതിവൈകാരികമാണ്. രാജീവ് ഗാന്ധിയുടെ, സഞ്ജയ് ഗാന്ധിയുടെ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ, വാജ്പേയിയുടെ. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ എവിടെ പോയി? ആഗ്രയിൽ പോയി. ഹുമയൂണിൻ്റെ, ഷാജഹാൻ്റെ എല്ലാ കല്ലറയും അടഞ്ഞു കിടക്കുക. സഹോദരം, എല്ലാ കല്ലറയും അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് രാത്രി തുറക്കപ്പെട്ട ഒറ്റ കല്ലറ യേശുവിന്റെ കല്ലറയാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശു ക്രിസ്തു ഇനി മടങ്ങി വരും കേട്ടോ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിക്കാനല്ല, ഈ ലോകത്തെ ഭരിക്കാൻ. യേശു മടങ്ങി വരും. അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. കരമുദ്ര സ്വതന്ത്രം ചെയ്താട്ടെ. അതിനു മുമ്പ് ഏകാധിപതി ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും. കനകസിംഹാസനങ്ങൾ കടലെടുക്കും. തിരമാലകൾ നിലച്ചു പോകും. താരകങ്ങൾ ഉതിർന്നു വീഴും. പള്ളക്കാടുകളിൽ നിന്ന്, ശവക്കോട്ടകളിൽ നിന്നും ആത്മാക്കൾ തിരികെ വിളിക്കപ്പെടും. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇന്ന് രാത്രി എല്ലാവരും എഴുന്നേറ്റ് നാട്ട്. കർത്താവ് മടങ്ങി വരാൻ സമയമായി. ദേശത്തോട് ഇന്ന് രാത്രി ശാന്തമായി. വെള്ളനാട് ദേശത്തോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു. ലഹരിയോട് വിട പറഞ്ഞ്, മദ്യത്തോട് വിട പറഞ്ഞ്, വാറ്റിയാരത്തോട് വിട പറഞ്ഞ്, കഞ്ചാവിനോട് വിട പറഞ്ഞ്, അടിപിടിയോട്, കൊട്ടേഷൻ പരിപാടികളോട്, എല്ലാ അശ്ലീലതകളോട്, പരാജക ജീവിതത്തോട് വിട പറഞ്ഞ് ഇന്ന് രാത്രി സാർത്ഥകമായ ജീവിതം നയിക്കാൻ, ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ഇന്ന് രാത്രി ഈ യോഗം നാടിനോട് സ്നേഹബുദ്ധി അഭ്യർത്ഥിക്കുന്നു.